അപ്പൊ ഈ ഒരു ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ എന്താ പറഞ്ഞത്, 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ സാധാരണ നമ്മളൊക്കെ അറിയാലോ, ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിലൊക്കെ നിക്ഷേപിക്കുന്ന നമുക്ക് എന്താണ് കിട്ടുക, 1 ഇയർ ഒക്കെയാണ് പലിശ കണക്കാക്കുക അല്ലെ, ഒരു വർഷത്തേക്കാണ്. എപ്പോഴും പലിശ നിരക്ക് 8%, 10% എന്ന് പറയുന്നത് എന്താണ്, ഇത് 1 ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വർഷത്തെ നിരക്കാണ് 8%. ഒരു മാസത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. ഒരു വർഷത്തെ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ 12 എടുത്താൽ പോരെ. അതായത് എത്രയാണോ ഒരു വർഷം കിട്ടുന്നത്, ഒരു വർഷം മൊത്തം കിട്ടുന്നത് എത്ര വെച്ചാൽ ആ മൊത്തം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ബൈ 12 എടുത്താൽ ഒരു മാസത്തെ പലിശ കിട്ടും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ I = PNR by ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല. ഇക്വേഷൻ ഇല്ലാതെ തന്നെ ചെയ്യാം. എങ്ങനെയാണ്, 30,000 രൂപയ്ക്ക് 8% എന്ന് പറഞ്ഞാൽ ഒരു വർഷമല്ല 8% പറയുന്നത്. ആ 30,000 രൂപയുടെ 8% കണ്ടുപിടിക്കാം. 30,000 രൂപയുടെ അല്ലെ, ഒറ്റ 10, 100, 1000, 10,000, 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1% ആദ്യം കണ്ടുപിടിക്കാം. ഇട്ടുകൊണ്ട് ഗുണിച്ചാൽ പോരെ. എങ്ങനെ 1% കണ്ടുപിടിക്കുക, ഇത് മൊത്തം എന്ന് പറയുന്നത് എന്താണ്, ഈ വാല്യൂ ടോട്ടൽ ആയിട്ട് 100%. ഇതില് 3,000 എന്ന് പറയുന്നതാണ് 10% നമുക്കറിയാം. അപ്പൊ 1% കണ്ടുപിടിക്കാൻ പറഞ്ഞ വലിയ പാടില്ല. നമ്മളെ പെർസെന്റേജ് വീഡിയോ കണ്ടു നോക്കുക, 300 ആണ്. 300 1% കിട്ടിക്കഴിഞ്ഞാൽ നമ്മോട് ചോദിച്ചത് എന്താണ്, 8% ചോദിച്ചിട്ടുള്ളത്. 300 1% ആണെങ്കിൽ 8% എങ്ങനെ കണ്ടുപിടിക്കുക, 300 × 8 ചെയ്താൽ മതി. അപ്പൊ എത്രയായി, 8% കിട്ടി. അപ്പൊ അതാണ് നമ്മൾ 8% ഒരു വർഷത്തെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷത്തെയാണ് ഈ 300 × 8 എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഒരു വർഷത്തെയാണ്. ഒരു മാസത്തെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഡിവൈഡ് ബൈ 12 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 12 മാസമല്ലേ നമ്മളെ കണക്ക്. നമ്മൾ സാധാരണ നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്, ഒരു വർഷം അല്ലേ 2,400 കിട്ടുകയാണ്, എന്താ വരിക എന്നൊക്കെ നോക്കിയാൽ മതി നമുക്ക് ഇവിടെ. ഇത് പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഇവിടെ. ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ 38 24 24 2 0 വരും ബൈ 12. കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്തായാലും ആൻസർ വരും 200, 200 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോ ഒന്ന് നോക്കിയിട്ട്. 200 ഓപ്ഷനിൽ എവിടെ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഓപ്ഷൻ, അല്ലെങ്കിൽ പല ആളുകൾ നമ്മളോട് തന്നെ കമന്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. വീഡിയോ ആകുമ്പോൾ ഒന്നുകൂടി കണ്ടു നോക്കാം. നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തതാണ്. അപ്പൊ അതന്നെയാണ് എന്റെ കാര്യം. കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വീഡിയോ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാം. അതിനൊപ്പം തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവമൊക്കെ രസമാണ്, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ നോട്ട്സ് കൂടി ഉണ്ടെങ്കിലാണ് ആ ക്വസ്റ്റ്യൻ അടുത്ത എക്സാമിന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കും. എന്തായാലും ക്വസ്റ്റ്യൻ നോക്കി, ഒരു ക്യൂബിന്റെ വക്കിന്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും? എന്താ ക്യൂബ്? നമ്മൾ ഈ ക്യൂബ് ആൻഡ് ഡൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെറിയ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ ക്യൂബ് വെച്ച് കളിച്ചിട്ടുണ്ട്. നമുക്ക് അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട്, ഈ ഒരു പാമ്പും പൂണിയൊക്കെ കളിക്കുന്ന സംഭവമല്ലേ. അതായത് ഇതാണ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ നോക്കി എല്ലാ വശവും തുല്യമായിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഈ വക്കും തുല്യമായിരിക്കും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ജ്യോമെട്രിയിലേക്ക്, നമ്മുടെ ജ്യോമെട്രിയിലൊക്കെ നമുക്ക് പഠിക്കാം. എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ നീളം ഗുണം വീതി ഗുണം ഉയരം, അല്ലെങ്കിൽ എ ക്യൂബ് എന്നൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ്, വോളിയം ഓഫ് ക്യൂബ് ആണ്. അതായത് വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം, അല്ലെങ്കിൽ എ ക്യൂബ് എന്നൊക്കെ പഠിച്ചു. കാരണം എന്താണ്, നീളം വീതി ഉയരം, ഇതാണ് വോളിയം എന്ന് പറയുന്നത്. നീളം ഗുണം വീതി നമുക്കറിയാലോ, ഏരിയ ആണ്. അപ്പൊ നീളം ഗുണം വീതി ഗുണം ഉയരമാണ് വരുന്നത് എവിടെയാണ്, വോളിയം എന്നുള്ള കേസ് വരുന്നത്. അപ്പൊ വോളിയം വരുമ്പോൾ നോക്കി ഇവിടെ ശരിക്കും ഇവിടെ എ ക്യൂബ് എന്നുള്ളത് നമുക്ക് നോക്കിയേ എന്താ അവിടെ ശരിക്കും മാറിയത് അല്ലെ. ബാക്കി നീളം ഇരട്ടിച്ചാൽ ആദ്യം എ ആയിരുന്നു, അല്ലെങ്കിൽ എ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. നീളം ഇരട്ടിച്ചാൽ എന്ന് പറഞ്ഞായി 2a ആയി. അപ്പൊ ഈ 2a ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തായി ശരിക്കും ആലോചിച്ച് നോക്കിയേ, 2 3 8a ക്യൂബായി. അപ്പൊ ആദ്യം എ ക്യൂബ് ആയിരുന്നു, ഇപ്പൊ നോക്കി 2 ആയപ്പോ ഇവിടെ 8a ക്യൂബായി. അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി. 8 എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. വളരെ കുറെ ആളുകൾ, ചില ആളുകളൊക്കെ ബൈ ഹാർട്ട് വെക്കും. ഇങ്ങനെയാണ് ക്യൂബിന്റെ കേസ് വരുമ്പോൾ 8 ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഇതിപ്പോ നമുക്ക് എന്താണ്, ഇപ്പോ ഈ ഒരു സ്ക്വയറിന്റെ കേസ് ആലോചിക്കാൻ, നമുക്ക് ചതുരല്ലേ, സമചതുരം വരികയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പഠിച്ചില്ലേ. എ സ്ക്വയർ ആണെങ്കിൽ 4 ഇരട്ടി എന്നൊക്കെ നമ്മൾ ചില ആളുകൾ പഠിച്ചു വെക്കും, ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. എങ്ങനെ 4 ഇരട്ടി പഠിക്കുക, ആദ്യം എ സ്ക്വയർ, ഇവിടെ 2 ആവുമ്പോൾ നമുക്ക് എന്തായി, 2a സ്ക്വയർ വരുന്ന സമയത്ത് നമുക്ക് എന്തായി, 2 ഉള്ളത് 4a സ്ക്വയർ ആയി. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാൻ എന്താണ്, ക്യൂബ് ആണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 8 മടങ്ങ് എപ്പോഴാണ് കേട്ടോ, ഇരട്ടിച്ച് കഴിഞ്ഞാലത്തെ കേസാണ് പറയുന്നത്. ക്യൂബിന്റെ വക്കിന്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം 8 മടങ്ങാവും.
സമചതുരമാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, സമചതുരത്തിന്റെ ഒരു വശത്തിന് നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം ഇവിടെ ഇല്ലല്ലോ, ഇല്ല, വിസ്തീർണമാണ് ഉണ്ടാവുക സമചതുരമാണെങ്കിൽ. അതായത് ക്യൂബിന് പകരം ഇവിടെ സമചതുരം കൊടുക്കുകയാണെങ്കിൽ ഇതേ ചോദ്യം നമുക്ക് എന്ത് പറയാം, 4 ഇരട്ടിയാവും. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒരു മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തെക്കും വടക്കൊക്കെ പോയി അങ്ങനത്തെ ലെവലിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതി വെക്കണം എന്താണുള്ളത്, നമ്മൾ ആ ദിശ എഴുതി വെക്കുക, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് തന്നെയാണ്. NSB എന്നൊക്കെ നമ്മൾ പണ്ട് ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ എഴുതി വെച്ചാൽ മതി. നോക്കി ഒരു സ്ഥലത്ത് നിന്ന് ആദ്യം ഇത് എഴുതി വെക്കുക, ക്വസ്റ്റിന്റെ റൈറ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായിട്ട് നടന്നു. ലംബം എന്നുള്ള മീനിങ് എന്താ, ഇങ്ങനെയൊക്കെ നടക്കുക അല്ലെ, ലംബമായിട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ, നമുക്കറിയാം ലംബം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരി എങ്ങോട്ടാ പോകുന്നത്, ഹരി പോകുന്നത് എവിടേക്കാണ്, കിഴക്കോട്ട് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ വീഡിയോ കണ്ടു നോക്കാൻ വിചാരിക്കാം. അപ്പൊ എന്തായാലും ഹരി എങ്ങോട്ടാ പോകുന്നത്, കിഴക്കോട്ട് നടന്നു, ഹരി ഇങ്ങോട്ടാ നടക്കുന്നത് ഹരി. ഓക്കെ, വിമൽ തെക്കോട്ട് അല്ലേ, വിമൽ തെക്കോട്ട് നമ്മൾ താഴേക്ക്. ലംബമായല്ലോ, അപ്പൊ ഏകദേശം ഒരു നമുക്ക് എന്ത് പറയാം, 90 ഡിഗ്രി എന്നൊക്കെ പറയാം. വിമൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര അല്ലേ നടന്നു, 1 മണിക്കൂറിന് കഴിഞ്ഞപ്പോൾ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ 8 കിലോമീറ്ററും. അതായത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി അല്ലേ എത്ര പറഞ്ഞിട്ട് നമ്മൾ 6 കിലോമീറ്റർ ഉണ്ട്, ഇത് 8 കിലോമീറ്റർ എന്ന് പറഞ്ഞു. എങ്കിൽ ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ത് അല്ലെ, ഇവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് ചോദിച്ചാൽ ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് 8ഉം ഇത് 6ഉം അല്ലേ ഉള്ളത്. അപ്പൊ എപ്പോഴും ഒരു ട്രയാങ്കിൾ കിട്ടുകയാണ്. മട്ടത്രികോണം എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മട്ടത്രികോണം, പൈതഗോറസ് തിയറം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഈ 2 വശങ്ങളുടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. അതായത് എങ്ങനെ നമുക്ക് പറയാം, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊരു ഹൈപ്പോട്ടന്യൂസ് കാരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 8ന്റെ സ്ക്വയർ എടുക്കാം. 6ന്റെ സ്ക്വയർ എത്ര വരും, 8 8 64, 6 36, 64. നമ്മളിത് ഇങ്ങനെ തന്നെ പ്ലസ് ചെയ്യുക. 60 30 90 100 വരും. 100ന്റെ റൂട്ട് വരുന്നത് 10 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിൽ തോറ്റുപോയി, 30% കുട്ടികൾ ഇംഗ്ലീഷിലും തോറ്റുപോയി എങ്കിൽ ഈ 2 വിഷയത്തിലും തോറ്റില്ലെങ്കിൽ, ഈ 2 വിഷയത്തിലും തോറ്റവർ 15% എങ്കിൽ ജയിച്ചവരുടെ ശതമാനം എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു വെൻ ഡയഗ്രാം കേസൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. അതായത് ടോട്ടൽ നമുക്കിങ്ങനെ ചെയ്യുന്ന കേസിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാം. മൊത്തത്തിലൊരു സംഭവം ഉണ്ട് അല്ലെ, ഇതാണ് 100% എന്നുള്ള മനസ്സിലായി. മൊത്തമുള്ള ആളുകളാണ്, അതായത് പരീക്ഷ എഴുതിയ എന്താ പറയാ മൊത്തം ഈ ഒരു സ്ക്വയർ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് മൊത്തത്തിലെ പരീക്ഷ എഴുതിയ ആളുകളാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കി, ഇതില് എന്ത് ചെയ്തിട്ടുണ്ട്, 40% കുട്ടികൾ അല്ലെ, 40% കുട്ടികൾ നമ്മൾ 40 എഴുതി വെച്ചു. ഇംഗ്ലീഷിലല്ലോ, കണക്കിൽ തോറ്റുപോയി, അപ്പൊ മാത്സിലാണുള്ളത്. ഇനി ബാക്കി എത്രയാ പറയുന്നത്, ഇവിടെ 30% കുട്ടികൾ എന്ത് പറയുന്നുണ്ട്, മാത്സ് അല്ല, നമ്മൾ നെക്സ്റ്റ് ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഇത് 2ലും കൂടി തോറ്റത് എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഈ ഒരു പാർട്ടാണ്. നടുക്കുള്ള ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 15%. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ബോക്സ് കംപ്ലീറ്റ് 100 ആണ് കേട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ബോക്സ് കംപ്ലീറ്റ് നമ്മൾ പറയുന്നത് 100% മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ജയിച്ചവരുടെ ശതമാനം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജയിച്ചവരെന്ന് പറയുന്നത് ഈ 2 സർക്കിളിന് ഇല്ലാത്ത പുറത്തുള്ള ആൾക്കാരല്ലേ, ഈ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. ഇത് മൊത്തം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മൊത്തത്തിൽ അല്ലേ, മൊത്തത്തിൽ 100% അല്ലെങ്കിൽ മൊത്തം എഴുതിയ ആളുകളിൽ ഈ ഒരു ഭാഗം മാത്രമാണ് തോറ്റുപോയിട്ടുള്ളത്. ഈ ഒരു ഭാഗം മാത്രം തോറ്റുപോയിരുന്നാൽ മൊത്തത്തിൽ നിന്ന് ഈ ഒരു പാർട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ പല ആളുകളും ചെയ്യുന്നതാണ്, മൊത്തം 100 അല്ലേ, ഇതിൽ 40ഉം 30ഉം കുറച്ച് വെച്ചാൽ മതി എന്ന് വിചാരിക്കും അല്ലെ. 40ഉം പ്ലസ് 30 അല്ലേ ഉള്ളത്. പക്ഷെ ഇത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ പൊതുവായിട്ടൊരു 15 കൂടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു ഔട്ടർ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ 100ന്ന് 40ഉം 30ഉം തന്നെയാണ് കുറയ്ക്കേണ്ടത്. പക്ഷെ ഈ 2 ഭാഗത്തും 15ന് നടുക്കൊരു കിടക്കുന്നില്ലേ. അപ്പൊ ഈ 2 കൂട്ടിയിട്ട് ഇതിൽ മൊത്തത്തിൽ ഇത് നമ്മൾ ചെയ്യുന്ന കേസിൽ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ഔട്ട്ലൈനിന് പുറത്തുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ ശരിക്കും എന്താ വരിക വെച്ചാൽ ഈ 40ഉം 30ലും ഒരു 2ലും 15 കോമൺ ആയിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ഒരു 15 കുറയ്ക്കുക എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ്, 2ലും 15 നോക്കി, ഇവിടെ 40ൽ ഒരു 15 കിടക്കണില്ലേ, ഇവിടെ 30ൽ ഒരു 15 ഉണ്ട്. അപ്പൊ 2ലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു 15 ഒഴിവാക്കണം, ഇത് മൊത്തത്തിൽ നിന്നും 15 ഒഴിവാക്കണം. അപ്പൊ എന്താ ശരിക്കും ആൻസർ വരിക എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. 40 30 കുറച്ചൊരു കാര്യമില്ല, മൊത്തം 40 30 നമ്മൾ 2ലും കോമൺ ആയിട്ടുള്ള 15 ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെ കുറച്ചിട്ട് വേണം 100 കുറയ്ക്കാൻ. അപ്പൊ എത്രയായിരിക്കും വരിക, 40 - 30.
70 നിന്ന് 15 പോകും, എത്ര വരും? അപ്പൊ 100 മൈനസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. 40, 30, 70 അല്ലേ? 70 നിന്ന് 15 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? നമുക്ക് 70 നിന്ന് 10 പോയ 60, 60 55 വരും അല്ലെ? അങ്ങനെയല്ലേ വരും? 55 പിന്നെ നമുക്കൊരു 15 കൂട്ടിക്കഴിഞ്ഞാൽ 55, 10, 65, 70 വരും. ഓക്കെ, 70 അല്ലേ? നമ്മൾ 55 100 കുറയ്ക്കണം. മൊത്തം എത്ര വരും ഇവിടെ? 55% വരും. 55 മൈനസ് ചെയ്ത് ഓഫ് കോഴ്സ് നമുക്ക് ആൻസർ 45% കിട്ടും. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. കാരണം മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി, അവർക്ക് വീഡിയോ ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റൻ വെച്ചാൽ സ്ഥിരമായിട്ട് വർക്കാൻ ടൈമിൽ ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. 12 പേര് 24 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 16 പേർ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാനിതൊരു ടിപ്പിക്കൽ ക്വസ്റ്റൻ സ്ഥിരം എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അതായത് 12 പേര്, ഇതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞ പോലെ 12 പേര് 24 ദിവസം കൊണ്ട്, ഒരു ടീമല്ലേ. വേറൊരു ടീമിൽ നോക്കി 16 പേരുള്ള വേറൊരു ടീമുണ്ട്. പക്ഷെ എത്ര ദിവസം കൊണ്ട് തീർക്കും നമുക്കറിയില്ല. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്ന് മനസ്സിലായത്. ടീമായിട്ട് ജോലി ചെയ്യാൻ ഒറ്റയ്ക്കല്ല, 12 പേരുടെ ഒരു കോൺട്രാക്ടർ അല്ലേ, 24 ദിവസം കൊണ്ട് തീർക്കും. 16 പേരുടെ ടീം എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നതാണ് ലോജിക്. ക്വസ്റ്റ്യൻ മാർക്ക്. പല ആളുകളും നമ്മൾ സ്റ്റെപ്പൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും വരിക? 12 24/16. പല ആളുകൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ, ബേസിക് നമ്മൾ അറിയാത്ത ആളുകൾ ഇതെങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ഇത് സ്റ്റെപ്പ് അറിയാത്ത, ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി? 24 × 12 ചെയ്തതിന് ശേഷം നമ്മളെ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ട് നോക്കിയാൽ 16 നമുക്കൊരു 4 കളയാം, 24 6 4 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ ഒരു 4 4, 12 3 4 12, 3 × 6 18 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി വീഡിയോ കാണാം. വീഡിയോ ആകുമ്പോൾ ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന 5 പേരുടെ തൂക്കങ്ങൾ ഇതാണ്. 45, 48, 50, 52, 55 എന്ന് പറയുന്നുണ്ട്. ഇതിൽ 45 ഭാരമുള്ള ആൾക്ക് പകരം 56 കിലോയുള്ള ഒരാൾ വന്നാൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര? അതായത് ആദ്യം ഒരു ശരാശരി ഉണ്ടാവില്ലേ, ആദ്യം ഒരു ആവറേജ് ഉണ്ടാവും. ഈ ആവറേജും ഇപ്പൊ പുതിയ ആള് വന്ന് മാറിയ ആവറേജും തമ്മിലുള്ള മാറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. ആ പല ആളുകൾ എന്ത് ചെയ്യും, ഇതിന്റെ ആദ്യത്തെ ആവറേജ് കണ്ടുപിടിക്കും. ഈ 45 മാറ്റിയിട്ട് 56 ചെയ്ത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് ഇല്ലാത്ത മെത്തേഡ് ഞാൻ പെട്ടെന്ന് പറയാം. 45 പ്ലസ് 48 പ്ലസ് എന്ത് ചെയ്യും? 50 പ്ലസ് 52 അല്ലേ, പ്ലസ് 55 അല്ലേ, ഡിവൈഡ് ബൈ 5 ആണ് ഉള്ളത്. ഇതിന്റെ പഴയത് മൈനസ് ഈ 45 പകരം എന്തെടുക്കണം? 56 കേട്ടോ, പഴയ മെത്തേഡാണ് ഞാൻ പറയുന്നത്. 56 അല്ലേ, പിന്നെ 48, 56, 45, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ബൈ 5. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മളെ സ്റ്റെപ്പ് കുറയ്ക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. എന്താണ് ഈ 45 പകരം 56 വന്നത് മാറ്റം വന്നത്? 45 പകരം 56 വന്ന സമയത്ത് എത്ര മാറ്റം വന്നു ചോദിച്ചാൽ 11 അല്ലേ ചേഞ്ച് വന്നത്, 11 കൂടുതൽ വന്നതാണ്. അപ്പൊ ഈ 11 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്രയാണോ കൂടുതൽ വന്നത് ഡിവൈഡഡ് ബൈ 5. ഈ 5 എവിടുന്ന വന്നത്? ഇവിടെ 5 പേരെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ 11 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2.2 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രേ ഉള്ളൂ. ഇത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കട്ടു. ഞാൻ പെട്ടെന്ന് നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം ഇരട്ടി എടുത്തിട്ടേ 11ന്റെ ഇരട്ടി എടുത്തിട്ട് ഒരു പോയിന്റ് കൊടുത്താൽ മതി അല്ലേ. അങ്ങനെ നമ്മൾ മെത്തേഡ് വീഡിയോ കണ്ടു നോക്കുക. പഴയ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട്. അപ്പൊ ഇത് ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾ ഒന്നുകൂടി ഇതുപോലെ ഡിഫറൻസ് എടുക്കുക. 45 56, അപ്പൊ കൂടുതൽ വന്നു, 11 കൂടുതൽ വന്നു. അതിന് 5 പേരാവുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ്. ഇത്രയേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ സ്റ്റെപ്പ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് എന്നല്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനൊരു മെത്തേഡ് കണ്ടുപിടിക്കുക. പല ക്വസ്റ്റിനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രം വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, യാതൊരു കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക അതിൻ്റെ ഒപ്പം തന്നെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5 ആണ്. ക്ലാസ്സിൽ 340 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5.
അതായത് ക്ലാസ്സിൽ 340 പെൺകുട്ടികൾ, ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാ 6:5. ഇത് അംശബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുത്താൽ മതി, നമ്മളൊരു കേക്ക് കട്ട് ചെയ്യണ പോലെ. ഒരാൾക്ക് ഒരു കേക്ക് 6ഉം 5ഉം പാർട്ട് കട്ട് ചെയ്യണം. ഇതൊരു 6 ഭാഗം ഒരാൾക്ക് കിട്ടി, ഇത് 5 ഭാഗം കിട്ടിയെന്ന് മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ശരിക്കും നോക്കി 6 ഭാഗം ഒരാൾക്കും 5 ഭാഗം ഒരാൾക്കും കൊടുക്കണമെങ്കിൽ നമ്മൾ ആ കേക്കിന് എത്ര കട്ട് ചെയ്യണം? ആകെ ആ കേക്ക് 6ഉം 5ഉം 11 ഭാഗം ഉണ്ടാവില്ലേ? അപ്പൊ അത് ആകെ ടോട്ടൽ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് 6ഉം 5ഉം 11 യൂണിറ്റ് ആണ്. 11 യൂണിറ്റ് ആണ് അവിടെ ആകെ ഉള്ളത്. ഈ 11 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 11 യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഭാഗം എത്രയാണ് അറിയണ്ടേ? ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്, ഒരു ഭാഗം കണ്ടുപിടിച്ചാൽ 11 ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികൾ എന്ന് ചോദിച്ചാൽ നോക്കി, ഇവിടെ പെൺകുട്ടികൾ 5 ആണ്. പെൺകുട്ടികൾ 5 ഭാഗമല്ലേ? ഈ 5 ഭാഗം നമ്മളോട് എത്ര പറഞ്ഞിട്ടുള്ളത്? 340 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ഭാഗം 340 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? ഒരു ഭാഗം ആദ്യം കണ്ടുപിടിക്കാം. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 340 ഡിവൈഡഡ് ബൈ 5. നേരത്തെ വീഡിയോയിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലും 5ന് ഡിവിഷൻ പറയുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇരട്ടി എടുത്തിട്ടൊരു പോയിന്റ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഐ ബട്ടണിൽ 5ന്റെ വീഡിയോ കണ്ടില്ലേ? 340ന്റെ ഇരട്ടി 680. 680 ഒരു പോയിന്റ് കൊടുത്താൽ 68 ആണ് ഒരു ഭാഗം. നോക്കി ഡിവൈഡ് ചെയ്യുന്നുട്ടോ. 340/5 എന്ന് പറഞ്ഞാൽ 68. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീഡിയോ സീരീസിൽ ഫസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. 68 ആണ് ഒരു ഭാഗം. പിന്നെ 68 കിട്ടിയാൽ നമുക്ക് ആകെ എത്രയാണ് വേണ്ടത്? 11 ഭാഗമാണ് കിട്ടേണ്ടത്. ആ 11 × 68 ഇതും കാണാൻ വളരെ എളുപ്പമാണ്. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ ഈ 8 അതേപോലെ എഴുതി വെക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6ഉം 8ഉം പ്ലസ് 6ഉം 8ഉം 14 ശിഷ്ടം 1. 6ഉം ഈ ശിഷ്ടം 1 കൂടി കൂട്ടിയാൽ 748. അപ്പൊ അത്രയും ഈസി ആയിട്ട് നമ്മളെ വീഡിയോ സീരീസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡിവിഷൻ 5ന്റെ ഡിവിഷൻ എന്താണ്? ഇരട്ടി എടുക്കുക, പോയിന്റ് കൊടുക്കുക. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലെ 8 തമ്മിൽ കൂട്ടുക. നിങ്ങൾ ഐ ബട്ടൺ മുകളിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഐ ബട്ടൺ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാർഡിനാണ് പറയുന്നത്. കാർഡിൽ പോയിട്ട് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോ സീരീസിൽ നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് 1 മാത്രം വ്യത്യസ്തമാണ്. അതായത് ഇതൊക്കെ നമ്മൾ പ്രീവിയസ് കൊടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പല ആളുകൾക്കും ഓഡ് 1 ഔട്ടൊക്കെ ചോദിക്കാറുണ്ട്. എന്തൊക്കെ കേസിലാണ് ഓഡ് 1 ഔട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്ക്വയർ വരും, അല്ലെ? സ്ക്വയർ ഓഫ് നമ്പേഴ്സ് വരാം, ചിലപ്പോൾ ക്യൂബ് ഓഫ് നമ്പേഴ്സ് വരാം, വേറെ ചിലപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാം. അതെന്താണെന്നുള്ളതൊന്ന് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. 21, 31, 51, 81 എല്ലാം 1 വെച്ചിട്ട് തുടങ്ങുന്നതാണ്. അങ്ങനെയാണോ സംഭവം? അല്ല. ഇത് നോക്കിയേ, സാധാരണ സ്ക്വയറും ക്യൂബും മാത്രമല്ല പ്രൈം നമ്പേഴ്സ് കൂടി വരാറുണ്ട്. ഇതിലിപ്പോൾ ഏതാ പ്രൈം നമ്പർ? അല്ലേ, കൺഫ്യൂഷൻ ആണല്ലേ. 21 എന്തായാലും പ്രൈം നമ്പർ അല്ല. വേറെ എന്താണ്? 7 3 21 ആണ്. 81 അല്ല. 9 × 9 80 എന്ത് പറയാം? 9 × 9 81 ആണ്. അപ്പൊ അതും പ്രൈം നമ്പർ അല്ല. പിന്നെ നമുക്ക് ആകെ അറിയേണ്ട എന്താ ഉള്ളത്? 31, പിന്നെ എന്ത് പറയാം? 51. ഈ പ്രൈം നമ്പറിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ, പ്രൈം നമ്പർ എപ്പോഴും 6ന്റെ ഗുണിതത്തിന്റെ അടുത്തായിരിക്കും. നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ പ്രൈം നമ്പർ 6ന്റെ ഗുണിതത്തിന്റെ അടുത്താണെങ്കിൽ ഇതിൽ ഏതാ പ്രൈം നമ്പർ വരിക? നമുക്ക് ഒരു 6ന്റെ ഗുണിതം എടുത്ത് നോക്കാം. 30ന്റെ അടുത്ത് നോക്കി 31ന്റെ അടുത്ത് 6ന്റെ ഗുണിതം വരില്ലേ? 30 വരുന്നുണ്ട്. 30 6ന്റെ ഗുണിതം 31 പ്രൈം നമ്പറാണ്. നമുക്ക് ചോദ്യം ഇതാണ്. ഒരു ക്ലോക്കിൽ 10 മണിയാവുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. നോക്കി കൃത്യസമയം തന്നിട്ടുണ്ട് ഇവിടെ 10 മണി. നമുക്ക് ഇപ്പോൾ 4, 5 അല്ലെങ്കിൽ 10, 10 ഒക്കെ തരുമ്പോഴാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് കൃത്യസമയം തരും. ഇതിന് തൊട്ട് മുന്നേ നടന്ന പല എക്സാം വിഒയിലൊക്കെ കൃത്യസമയം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യസമയം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ലോജിക്ക് മനസ്സിലാക്കുക. സമയത്തിന് 30 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഏത് സമയമാണെങ്കിലും 4 മണിയാണെങ്കിൽ 4 × 30, 5 മണിയാണെങ്കിൽ 5 × 30, 6 മണിയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്താണ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മീനിങ് ഇത്രയേ ഉള്ളൂ. ക്ലോക്ക് വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം? ക്ലോക്ക് വരച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10 30 ഉണ്ട് അല്ലെ? മിനിറ്റ് സൂചിയുടെ മണിക്കൂർ സൂചിയുടെ ഒക്കെ ഇടയിൽ. അപ്പൊ നിങ്ങൾ അത് ലോജിക്ക് ഇല്ലെങ്കിൽ കൃത്യസമയമാണെങ്കിൽ സമയത്തിന് 30 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ ചില ആളുകൾ നോക്കുമ്പോൾ ഓപ്ഷനിൽ കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ 300 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. നോക്കി ഇവിടെ 10 മണി നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ അല്ലെ, ഇവിടെ 10 അല്ലെ, 11, 12 ഒന്നൊക്കെ ഉണ്ട്. റഫായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഒരു 10 മണി അല്ലേ, 10 മണി ഏകദേശം ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഒരു കോൺ അളവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ. നോക്കി ഒരു കോൺ അളവ് 300 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട മൊത്തം 360 ആണ്. ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ സർക്കിളിന്റെ ടോട്ടൽ എന്താണ്? 360. നമുക്കിതിൽ ഒരു കോൺ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കോൺ അളവ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി?
360 കിട്ടിയ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 60 ഡിഗ്രി വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഏത് സമയമാണെങ്കിലും കൃത്യസമയമാണെങ്കിൽ സമയത്തിന് 30 കൊണ്ട് ഗുണിക്കുക. ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം 360 കുറയ്ക്കുക എന്നുള്ള ലോജിക്ക് ആലോചിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് മത്സര പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് റേഷ്യോ, അംശബന്ധം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇവിടെയും അംശബന്ധം 2017 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 അല്ലെ റേഷ്യോ എത്ര പറഞ്ഞിട്ടുള്ളത്? 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ അല്ലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ അംശബന്ധം 8:5 എന്ന് മനസ്സിലാക്കണം. ആ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിപ്പോ എന്താണ്? 8 യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. 8 ഭാഗം അല്ലെ 8 ഭാഗമാണ്, ഇത് 5 ഭാഗമാണ്. 5 യൂണിറ്റിന് എടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിക്കുക. കേക്ക് കട്ട് ചെയ്യുമ്പോൾ അല്ലെ ഒരാൾക്ക് 8 ഭാഗം, മറ്റൊരാൾക്ക് 5 ഭാഗം അല്ലെ, ഇങ്ങനെയല്ലേ നമ്മൾ കട്ട് ചെയ്യുക. അപ്പൊ ശരിക്കും അവിടെ എത്ര ഭാഗം ഉണ്ടാവും? 8ഉം 5ഉം 13 യൂണിറ്റ് അല്ലേ, 13 ഭാഗം അവിടെ ഉണ്ടാവും. അപ്പൊ ശരിക്കും അംശബന്ധം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഭാഗമായിട്ട് എടുത്താൽ മതി. നമ്മൾ കേക്ക് കട്ട് ചെയ്യണ പോലെ 8ഉം 5ഉം ഭാഗമുണ്ട്, മൊത്തം 13 ഭാഗമുണ്ട്. ഇതിൽ എത്ര എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം 25 എന്നാ പറഞ്ഞത്. ശരിക്കും ഇവിടെ നോക്കിയാൽ പെൺകുട്ടികൾ എത്ര ഉണ്ടാവുക? നമ്മൾ ആ അംശബന്ധം ശരിക്കും മനസ്സിലാക്കണം. ആൺകുട്ടികളും പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികൾ അപ്പൊ ഫസ്റ്റിലെ ബോയ്സ് ആണ്, സെക്കൻഡ് ഗേൾസ് ആണ്. പെൺകുട്ടികളാണ് ഈ 5 യൂണിറ്റ് അല്ലേ, 5 യൂണിറ്റ് പറഞ്ഞാൽ പെൺകുട്ടികൾ 5 അല്ലേ, 5 യൂണിറ്റ് ആണ്, 5 ഭാഗമാണ് എന്താ പറഞ്ഞിട്ടുള്ളത്? 25. അപ്പോൾ ഒരു യൂണിറ്റ് എന്തായിരിക്കും വരിക? ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഒരു ഭാഗം നമ്മൾ എടുക്കുന്നത്. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 25 അല്ലെ ബൈ 5 അല്ലെ, അപ്പൊ 5 വരിക. അതായത് 25 ഡിവൈഡ് ബൈ 5 വരുമ്പോൾ 5. ഒരു ഭാഗം 5 ആണെങ്കിൽ നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ആകെ കുട്ടികളുടെ എണ്ണം. ആകെ കുട്ടികളുടെ എണ്ണം എത്ര ശരിക്കും ആലോചിച്ച് നോക്കിയേ. 8ഉം 5ഉം അല്ലേ, 8:5, 8ഉം 5 നമ്മൾ തന്നെ പറഞ്ഞു 13 ഭാഗമാണ്. 13 ഭാഗം അല്ലെങ്കിൽ 13 യൂണിറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 13 ഇൻറ്റു ഒരു ഭാഗം, ഒരു യൂണിറ്റ് 5 ആണെങ്കിൽ 13 5 അല്ലേ. നമുക്ക് ഇങ്ങനെ ഗുണിക്കാനൊക്കെ നമ്മളെ വീഡിയോ ലൈവ് ബട്ടിൽ നമ്മളൊരു ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ അടിക്കുന്നതാണ് 65 എന്ന് പറയാം. അപ്പൊ ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തായാലും വീഡിയോ കൂടുതൽ കണ്ടു നോക്കാം. എന്തായാലും നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയൊക്കെ ചോദിക്കുന്നതാണ്. എണ്ണൽ സംഖ്യകൾ തുകയും ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണി പോവില്ലേ, എന്താ മെത്തേഡ് എന്താ വെച്ചാൽ 1 അല്ലെ 2 3 ഇങ്ങനെ കൂട്ടി 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 50 വരെ പ്ലസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ SLCയുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, n × n+1/2 അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എത്ര എണ്ണം ഉണ്ടോ അതിനെക്കാട്ടിലും 1 കൂട്ടിയിട്ട് ബൈ 2 എടുക്കുക. ആൻസർ എന്താ വരിക? 50 എണ്ണ അല്ലേ, 50 എണ്ണൽ സംഖ്യ 50 × 51/2 വരും. n × n+1/2 ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 25 × 51. ഗുണിക്കാൻ വേണ്ടി 51 × 25. നമ്മളെ വീഡിയോ നിങ്ങൾ സീരീസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഗുണിക്കാനുള്ള മെത്തേഡ്, ഒറ്റ സ്റ്റെപ്പിലൊക്കെ ഗുണിക്കാനുള്ള മെത്തേഡ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒറ്റ സ്റ്റെപ്പിൽ 5 അല്ലേ, 5 കിട്ടിയില്ല. ഓക്കെ, ലാസ്റ്റ് എല്ലാം ഓപ്ഷനിൽ 5 ഉണ്ട് അല്ലേ, 7 ഉണ്ട്. 75 അവസാനിക്കുന്ന അപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളെ ആൻസർ എന്താ വെച്ചാൽ 5 5 25 2 27 2 10 2 12 75. ചില ആളുകൾക്ക് മറ്റേ മെത്തേഡ് ആയിരിക്കും എളുപ്പം. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡിൽ ചെയ്ത് നോക്കുക. 5 അല്ലെ 5 5 25 ഇങ്ങനത്തെ മെത്തേഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്ത് നോക്കാൻ കുഴപ്പമില്ല. നമ്മൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ സ്റ്റെപ്പിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. എന്തായാലും 12 75 ആണ്, 12 75 ആണ് ആൻസർ വരിക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നമ്മുടെ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട്, അല്ലെങ്കിൽ പലിശയുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോമൺ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നു അല്ലെ. 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് ഒരാൾ നിക്ഷേപിക്കുന്നു അല്ലെ, നിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഷം കൊണ്ട് 1650 രൂപ പലിശ ലഭിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് മാത്രമാണ് 1650 എങ്കിൽ പലിശ നിരക്ക് എത്ര? 4.5 5.5 6.5 7.5 അല്ലേ. നമ്മളെന്താ 4.5ക്ക് പകരം 4.5 ഇങ്ങനെയൊക്കെ തരാറുണ്ട്, എക്സാമിന് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓപ്ഷൻ നിങ്ങൾ ഇപ്പൊ തൽക്കാലം നോക്കണ്ട. 15,000 രൂപയ്ക്ക് ഉണ്ട് അല്ലെ 1650. ശരിക്കും 1650 എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കുള്ള പലിശയാണ് 1650. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും തുല്യമായിരിക്കും. ഇപ്പൊ നോക്കിയാൽ 120 ആണ് ഒരു വർഷത്തെ പലിശ എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 120 ആയിരിക്കും, വീണ്ടും 120 ആയിരിക്കും. അപ്പൊ 3 വർഷം കൂടി കൂട്ടുമ്പോൾ 360 ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എപ്പോഴും നമുക്ക് 2 വർഷത്തെ പലിശ, അപ്പൊ ഇവിടെ 240 ആണ് 2 വർഷത്തുണ്ടെങ്കിൽ 1 വർഷത്തെ എത്ര ആയിരിക്കും? അതിന്റെ പകുതിയൊക്കെ ആയിരിക്കും.
അപ്പോൾ ഇവിടെയും എന്താ വരുന്നത്? ഇവിടെ നോക്കി 2 വർഷത്തേക്കുള്ള പലിശയാണ് 1650. അപ്പൊ നമ്മൾ പഠിച്ച ലോജിക് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തുല്യമാണ്. അപ്പൊ തുല്യമായിട്ട് ഇങ്ങനെ വരികയാണ്. 2 വർഷത്തിന് 1650 ആണെങ്കിൽ ഒരു വർഷം ഫസ്റ്റ് ഇയറിന്റെ പലിശ എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ, പല ആളുകളും വിചാരിക്കും I = PNR/100 ഇട്ട് ചെയ്യാം. I വരും 1650, P പ്രിൻസിപ്പൾ. ഇത് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്യും, അപ്പോൾ ഇങ്ങനെ ചെയ്തുകൂടെയാണ്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് പെർസെന്റേജിന്റെ ബേസിക് അറിയുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഈ പറയുന്നത്. 15,000 രൂപയാണ് നമുക്ക് എന്താണ് നമ്മൾ നിക്ഷേപിച്ച തുകയാണ്. 1650 2 വർഷത്തേക്കാണെങ്കിൽ ഒരു വർഷം എത്രയായിരിക്കും? 825 ആയിരിക്കും ഒരു വർഷം. കാരണം എല്ലാ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റ് തുല്യമാണ്. അപ്പൊ 825 ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ 825 ഇങ്ങനെ കൂട്ടുന്നതാണ് 2 വർഷം കൊണ്ട് 1650 ആവുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി 1650 2 വർഷമാണെങ്കിൽ 825 എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. ഇതിന്റെ ചോദ്യം ഇതാണ്, 825 അല്ലേ നോക്കി, ഈ 825 എന്നുള്ളത് 15,000ന്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് ഇപ്പൊ നോക്കി, ഇപ്പൊ 15,000 രൂപയിൽ നിക്ഷേപിച്ചത് ഒരു വർഷം കൊണ്ട് 825 കിട്ടി എന്ന് പറഞ്ഞാൽ ഈ 15,000ന്റെ എത്രയോ ശതമാനമാണ് 825. അപ്പൊ അത് കണ്ടുപിടിച്ചാൽ വളരെ ഈസിയാണ്. 15,000ന്റെ എത്ര ശതമാനമാണ് 825 എന്ന് എങ്ങനെ കാണുക? അതിങ്ങനെയാണ് കാണുക, 825 മുകളിൽ എഴുതും. ഇപ്പൊ നമുക്ക് തന്നെ 825 മാർക്ക് കിട്ടി, 15,000 അല്ലെങ്കിൽ 1500 കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? കിട്ടിയത് എന്തിന്റെ ശതമാനമാണ്? ഇപ്പൊ 825 എന്ന് പറഞ്ഞാൽ 15,000 ഇൻറ്റു 100 വരും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കി, 2 0 ഒക്കെ കട്ട് ചെയ്ത് കളയും. പിന്നെ നമുക്ക് എന്താ ഇവിടെ ആൻസർ കിട്ടുക? ഇവിടെ 825/150 ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 825 എൻ്റെ കയ്യിലുണ്ട്, 150. എന്തായാലും പോയിന്റ് വരും. എന്തായാലും നോക്കിയാൽ നമുക്ക് ഇവിടെ 82.5/15 ഒക്കെയാണ് വരിക. അപ്പൊ ഈ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാന്ന് ചോദിക്കാം. നമുക്ക് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 82.5 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 5 എത്ര വരും? 75 വരും. ബാക്കി എന്ത് വരും? 7 വരും. ഇവിടെ 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ ഓപ്ഷൻ ഉള്ളത്? അപ്പൊ തന്നെ ആൻസർ മാർക്ക് ചെയ്യുക. നമ്മൾ സമയം എങ്ങനെ സേവ് ചെയ്യുക? നമ്മുടെ മെത്തേഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കി 5 കിട്ടി, ഇവിടെ 75 അല്ലേ, 5.5 തന്നെ ആയിരിക്കും ആൻസർ. അപ്പൊ നിങ്ങൾ ഈ ലോജിക്ക് ഫോളോ ചെയ്യുക. അപ്പൊ എന്താണ് ലോജിക്ക്? 2 വർഷത്തിന് അല്ലേ ഉള്ള ലോജിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയില്ല, നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകൊണ്ട് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമം നടത്തുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് 203ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 307ന്റെ സ്ക്വയർ ഒന്ന് കുറയ്ക്കണം അല്ലേ. കുറച്ച് പ്രയാസമാണ്. കാരണം എന്താണ്, 203 ഇൻറ്റു 203 ഗുണിക്കണം. എന്നിട്ട് നമ്മൾ വേറെ എന്ത് ഗുണിക്കണം? 197 ഇൻറ്റു 100. ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എപ്പോഴും എക്സാമിന് നമ്മൾ ഒരു തുടക്കക്കാർക്ക് കൺഫ്യൂഷൻ ആവുന്നത് ഇങ്ങനെ ഗുണിച്ചിട്ടൊക്കെ ചെയ്യും. ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, A² - B² എന്ന് പറയുന്നത് A+B ഇൻറ്റു A - B എന്നുള്ളൊരു ഷോർട്ട് കട്ട് ഒരു മെത്തേഡ് ഉണ്ട്. നോക്കി, ഇതിപ്പോ A² അല്ലേ, ഇത് B² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂട്ടിയിട്ട് ഇൻറ്റു രണ്ടും കുറച്ച് വെച്ചാൽ മതി സംഭവം വളരെ ഈസിയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 203 203 പ്ലസ് ചെയ്യാണ് ഞാൻ, 197 പ്ലസ് ചെയ്യും. അതുപോലെ തമ്മിൽ കുറയ്ക്കുകയാണ്, 203 197 മൈനസ് ചെയ്യാണ്. അപ്പോൾ മൈനസ് ചെയ്താൽ ഇതിപ്പോൾ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റെപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതാണ്. 6 എന്തായാലും ആൻസർ കിട്ടുക. കാരണം ഇവിടെ നോക്കിയിട്ട് തന്നെ മൈനസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. 197 6 ഇവിടെ തന്നെ 6 കിട്ടും ഓൾറെഡി. നമ്മളിങ്ങനെ എക്സാം ഒരു വർക്കൗട്ട് ആവുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂട്ടുമ്പോൾ എന്താ വരിക? ഇതൊക്കെ നമ്മൾ മനസ്സിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എഴുതി കൂട്ടാൻ നമ്മൾ സമയം പോകും. നോക്കി ഞാനിപ്പോൾ ഇവിടെ എഴുതുകയാണ്, 203 പ്ലസ് 197. ഇത് ചെയ്യണേക്കാൾ നല്ലത് നോക്കി 200 100 300 അല്ലെ, 303 7 310 90. അപ്പൊ ഈ പ്രാക്ടീസ് വരുത്താൻ നമ്പേഴ്സ് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുള്ള പ്രാക്ടീസ് വരുത്തി കഴിഞ്ഞാലാണ് നമുക്ക് എക്സാമിന് സമയം തികയുക എന്നുള്ളതാണ്. അപ്പൊ എന്താ ഇവിടെ ആൻസർ വരിക? ഇവിടെ 400 വരില്ലേ? നമ്മൾ ചെയ്ത് നോക്കുക. 200 3 അല്ലേ, 400 വരും. 400 ഇൻറ്റു 6 64. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. 6 4 24 2 0 എന്താണ്? 2400. അപ്പൊ ഇത്രയും സ്റ്റെപ്പൊക്കെ നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് എക്സാമിന് നമുക്ക് സമയം കിട്ടുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റൻ എങ്ങനെയാണ് ഓപ്ഷനിലൊക്കെ പോകേണ്ടി വരും. നമുക്ക് ക്വസ്റ്റൻ എന്തായാലും വായിച്ചു നോക്കാം. 2 സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും അല്ലെ, ഏതോ 2 സംഖ്യകൾ തമ്മിൽ കുറച്ചിട്ടുണ്ട്, അത് ലഭിച്ചതും സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാണ്. അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത് എന്നാ ചോദിച്ചുള്ളത്. അപ്പൊ ഒരു സംഖ്യ 5 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു സംഖ്യ 5 ആണ്. ഇതിന് വേറെ എന്തോ ഒന്ന് കുറയ്ക്കുകയാണ് അല്ലെ. ഇതും ഇവ തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണെന്നാ പറഞ്ഞു. അപ്പൊ 5ന്ന് ഏതോ സംഖ്യ 5 അല്ലെ, അല്ലെങ്കിൽ ആ സംഖ്യ തമ്മിൽ കുറയ്ക്കുന്നതും
ഗുണിക്കും തമ്മിൽ തുല്യമാണെന്ന് പറഞ്ഞു നമുക്ക് ഓപ്ഷൻ വെച്ച് പോകേണ്ടതെന്നല്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ A-B = AB എന്നൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ കുറെ കൺഫ്യൂഷൻ ആവും. ഇവിടെ ഏതെങ്കിലും ഒരു നമ്പറിന് 5, നമുക്ക് അറിയില്ല ഏത് നമ്പറിന് 5 കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടൊന്ന് പോയി നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ വെച്ചൊന്ന് പോയി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, സംഖ്യ ഫസ്റ്റ് നമ്പർ എന്താണ് അല്ലെ, ഒരു സംഖ്യ 5 അല്ലേ. ഇവ തമ്മിൽ കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും തുല്യം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യം ഇവ തമ്മിൽ ഒന്ന് കുറച്ച് നോക്കാം. 5 5/6 കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര ആൻസർ വരും? നമുക്ക് ഭിന്നസംഖ്യ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. ഇവിടെ എന്ത് വരും? 30 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 5 പോകുമ്പോൾ 25/6 ആണ് കേട്ടോ ഇവിടെ കുറയ്ക്കുമ്പോൾ കിട്ടും. 30 5 25/6 കിട്ടും. തൽക്കാലം നമുക്ക് ഭിന്നസംഖ്യ ഇതുപോലെ തന്നെ നോട്ട് 25/6. ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക? ഗുണിക്കുമ്പോൾ 5 ഗുണിക്കണം ഈ 5/6 ഗുണിക്കണം. 5/6 ഗുണിക്കുമ്പോൾ എന്താ വരിക? അപ്പോഴും എന്താ കിട്ടിയത് ഇവിടെ? 25/6. അപ്പോൾ 2 25/6 കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്യുക. പിന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നമ്മളെ ഡൗട്ട് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും PSC ആൻസർ കീ തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓപ്ഷനിൽ പോകാൻ ശ്രമിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമയം കുറേ എടുക്കും. ഇത് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ വെച്ചുള്ള ക്വസ്റ്റൻ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. മനസ്സിലാവാത്ത ക്വസ്റ്റൻ ഒന്നുകൂടി വീഡിയോ കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ചെയ്ത് നോക്കാൻ കുറച്ചൊരു സ്റ്റെപ്സ് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ചെയ്തു വന്ന 5-6 ക്വസ്റ്റൻ അപേക്ഷിച്ച് കുറച്ചൊരു സ്റ്റെപ്സ് വരുന്നതാണ്. എന്നാൽ ഇത് വളരെ എളുപ്പമാണ്. നോക്കി ഇവിടെ പെർസെൻറ്റേജിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 10% ഓഫ് 20 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ ഇത് 10% ഓഫ് 20 എന്ന് പറഞ്ഞാൽ 20% അല്ലേ, 20% ഓഫ് 10 എന്നും പറയാം. ഇതൊരു ലോജിക് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10% ഓഫ് 20 അല്ലേ, 10/100 × 20. ഇതാണ് പഴയ മെത്തേഡ്. നമ്മളെ മെത്തേഡ് വേറെ ആണെങ്കിൽ കൂടി ഇതെന്ത് പറയാം? 20/100 × 10 എന്ന് പറഞ്ഞൂടെ? 20/100 അതായത് A% ഓഫ് B അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ A% ഓഫ് B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ B% ഓഫ് A എന്നും പറയാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു 10% ഓഫ് 20 എന്നാൽ 20% ഓഫ് 10. ഇവിടെ എന്താ അപ്ലൈ ചെയ്യാം? ഈ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം. എയുടെ B% നോക്കി, എയുടെ B%, എയുടെ B%, എ ആണ് കേട്ടോ. അതിന്റെ B% എന്ന് പറയുന്നത് ഇതും എന്താണ്? എയുടെ B%, ബിയുടെ A% കൂട്ടിയാൽ AB-യുടെ എത്ര ശതമാനം ആവും എന്നൊക്കെയാണ്. കാണുമ്പോൾ തന്നെ കുറെ പ്രയാസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറെ ആൾക്കാർ ചെയ്യില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എയുടെ B% എടുത്തു വെച്ചു. ഇനി ബിയുടെ A%. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ ആൻസർ കിട്ടും. പക്ഷേ ചില ആളുകൾ ശ്രമിച്ച് നോക്കുന്നതിന് മുന്നേ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സമയം അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരിക. എയുടെ B%, ബിയുടെ A% അല്ലെ, ഇത് നമ്മൾ കൂട്ടുകയാണ് എന്ന് ചോദിച്ചിട്ട് ഇത് എന്ന് പറയുന്നതാണ് AB എന്നിട്ടുണ്ട്. AB-യുടെ എത്ര, നമുക്ക് എത്ര അറിയില്ലല്ലോ, എത്ര ശതമാനം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റിനെ നമ്മൾ എലാബറേറ്റ്. എയുടെ B%, ബിയുടെ A%, AB-യുടെ എത്ര ശതമാനം. അപ്പൊ നമുക്കിത് മനസ്സിലാക്കേണ്ടത് എയുടെ B% എന്ന് തന്നിട്ടുണ്ട് ഇവിടെ, പ്ലസ് ഇവിടെ ബിയുടെ A%. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? A% ഓഫ് B എന്ന് പറഞ്ഞാൽ B% ഓഫ് A എന്നാണ്. തിരിച്ച് എഴുതി വെച്ചാലും കുഴപ്പമില്ല. A% ഓഫ് B എന്ന് എഴുതി വെച്ചാലും അല്ലേ, സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് പറയാ? എയുടെ B%. അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം? ഇവിടെ A% ഓഫ് B എന്ന് പറഞ്ഞൂടെ? ഇവിടെ നമുക്ക് എന്ത് പറയാം? A% ഓഫ് B. നോക്കിയേ, എയുടെ B%, ബിയുടെ A% രണ്ടും ഈക്വൽ ആണ്. അപ്പൊ A% ഓഫ് B രണ്ടും എന്നുണ്ടെങ്കിൽ 2 A% B ഉണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 എണ്ണം. ഇതെന്ന് പറയുന്നത് AB-യുടെ എത്ര ശതമാനം എന്നാ ചോദിച്ചിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ, ഇവിടെ 2 അല്ലേ, 2 ഉണ്ട് ഇവിടെ. നോക്കിയേ, A% എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഴയ ലോജിക്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. A/100 × B തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു AB തന്നിട്ടുണ്ട് ഇൻറ്റു എത്രയോ ക്വസ്റ്റ്യൻ /100. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണം. ശരിക്കും അപ്പുറം ഇപ്പുറം ഒരേപോലെ വന്ന കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കി, A ഇവിടെ ഉണ്ട്, A ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. B ഇവിടെ ഉണ്ട്, B ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. 100 ഇവിടെ ഉണ്ട്, 100 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻ മാർക്ക് എന്താ ഇവിടെ ഉള്ളത്? ക്വസ്റ്റ്യൻ മാർക്ക് അപ്പുറ ഭാഗത്ത് 2 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ആണ് ശരിക്കും ആൻസർ വരിക. അപ്പൊ ഇത് കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടി ഈ ലോജിക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ ക്വസ്റ്റും നമ്മൾ LDCക്ക് വന്ന ഇതുപോലെ തൊട്ട് മുന്നത്തെ കണ്ട ക്വസ്റ്റ്യൻ പോലെ ഒന്നല്ല.
ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രേണി നോക്കി, സമാന്തര ശ്രേണി അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്രേണിയിൽ അടുത്ത പദം അല്ലെ സീരീസ് ആണ്, നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ സീരീസ് കാണുമ്പോൾ തൊട്ടടുത്ത് തമ്മിലുള്ള വ്യത്യാസം എടുത്തു വെക്കുക. 10 25 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, 25 40. അപ്പൊ വ്യത്യാസങ്ങൾ എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഞാൻ ഇവിടെ എലാബറേറ്റ് ചെയ്യണം. 10 25 46 73 106 ഉണ്ട്. ഞാൻ പെട്ടെന്ന് വ്യത്യാസം എടുത്തു. 10ഉം 15ഉം ആണ് 25. 25ഉം പ്രാക്ടീസ് ചെയ്യുക. 25ഉം എത്ര വരിക അതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25ഉം ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ 21 വ്യത്യാസം അല്ലേ. 25ഉം 21 46 21 വരും. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് എത്ര വരിക, നമുക്ക് ഇവിടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 27. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നോക്കി ഇവിടെ 10 അല്ലേ 15, ഇവിടെ എന്ത് വരും വ്യത്യാസം 21. ആ വ്യത്യാസം ഉണ്ടോ നമ്മൾ ഇവിടെ എഴുതുന്നത്, ഈ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 15 എഴുതി വെച്ചു. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയുള്ളത് 21 എഴുതി വെച്ചു. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര എഴുതി വെച്ചു 27 എഴുതി വെച്ചു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കി 73ഉം 106. എൻ്റെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. 33 എന്നുള്ളതാണ്. അല്ലെങ്കിൽ തമ്മിൽ കുറച്ച് എഴുതി വെക്കുക. ഇതിനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എഴുതാൻ പറയുന്നത്. നോക്കി ഈ 15 21 27 33 താഴെ വരുന്ന സംഖ്യകൾ നിങ്ങൾ നോക്കിയ ഇവിടെ 15 ഉണ്ട് ഒരു സൈഡിൽ, 21 ഉണ്ട്, 27 ഉണ്ട്, 33. ഈ താഴെയുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത്, 15ഉം 6 21, 21ഉം 6 27, 27ഉം 6ഉം 33. അപ്പൊ എന്ത് ചെയ്യണം, ഈ 106നോട് കൂടി അടുത്ത എത്ര പ്ലസ് ചെയ്യേണ്ടി വരിക, ഒന്നാണോ അല്ല, നമ്മുടെ ഒന്ന് ജസ്റ്റ് എഴുതിയാണ്. പ്ലസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 33ഉം അല്ലേ, നമുക്ക് 6 വെച്ചല്ലേ എല്ലാം പ്ലസ് ചെയ്യുന്നത്, 39ഉം വെച്ചിട്ടാണ് പ്ലസ് ചെയ്യേണ്ടത്. നോക്കിയാൽ ഇവിടെ 15 6 21ഉം 6 27ഉം 6 33ഉം 6 39. 106നെ 39 കൊണ്ട് പ്ലസ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ ആയിട്ടുണ്ട്. നോക്കി ഇവിടെ ഞാനിങ്ങനെ ചെയ്യാം 6ഉം 9ഉം 15, പിന്നെ പെട്ടെന്ന് ചെയ്യാൻ നോക്കി 145 തന്നെയാണ് ആൻസർ വരിക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് x+2/x-ന്റെയും x-2/x-ന്റെയും ശരാശരി എത്ര, ആവറേജ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് 2 3 4 ഈ 3 നമ്പറിന്റെ ആവറേജ് എത്രയെന്ന് ചോദിച്ചാൽ ഈ 3 നമ്പറിനെയും പ്ലസ് ചെയ്തിട്ട് 3 കൊണ്ട് ഹരിക്കും. അപ്പൊ 2 നമ്പറുള്ളൂ, 4ഉം 6ന്റെ ആവറേജ് എന്താണ്, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് /2. എത്ര എണ്ണം ഉണ്ടോ അതൊക്കെ പ്ലസ് ചെയ്യുക. എത്ര അതിന്റെ എണ്ണം നോക്കി, 4ഉം 6ഉം 2 എണ്ണം അല്ലേ, /2. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തു /3. ഇതേപോലെ എന്ത് ചെയ്തു ഞാൻ ഇവിടെ x+2/x ഉണ്ട്, ഇവിടെ പ്ലസ് എന്താണ് x-2/x ഉണ്ട്. ഇത് പ്ലസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ 2 എഴുതണം. അത് ഞാനിപ്പോൾ എഴുതുന്നില്ല, അതിന്റെ കിട്ടിയിട്ട് ഉത്തരം കിട്ടിയിട്ട് മാത്രമേ ഞാൻ എഴുതുള്ളൂ. ഇപ്പൊ ഇവിടെ /2 ഉണ്ട് കേട്ടോ എന്തായാലും. ഇപ്പൊ തൽക്കാലം ഞാൻ കൂട്ടി നോക്കുക തമ്മിൽ. കൂട്ടി നോക്കുമ്പോൾ എന്താ പറയുക, താഴെയുള്ള ഭിന്നസംഖ്യയിലെ അംശവും ഛേദവും അല്ലേ, ഛേദം തുല്യമാണെങ്കിൽ നമ്മൾ മുകളിലുള്ള x+2 പ്ലസ് രണ്ടും കൂടി പ്ലസ് ചെയ്ത് വെക്കുക x-2/x എന്നിട്ടാൽ കൂട്ടി കിട്ടി. ഇനി നമ്മളെന്താണ് ശരാശരി എടുക്കണേ /2 ഉണ്ട് ഇവിടെ. തൽക്കാലം ഞാൻ ലാസ്റ്റ് എഴുതാണ്. +2 പോയി -2 പോയി. അപ്പൊ എന്ത് വരും ഇവിടെ x-ഉം 2x ഉണ്ട് /x വരും. അപ്പൊ എന്താ ആൻസർ വരിക 2. നമുക്ക് എന്താ കിട്ടിയത്, തുകയാണ് 2 എന്നുള്ളത്. തുക 2 ആണ്. നമുക്ക് ശരാശരി എന്തിങ്ങനെ കാണും, നമ്മളിവിടെ തുക 2 ആണെങ്കിൽ ശരാശരി കാണാൻ 2/2 അല്ലേ. തുക ബൈ എണ്ണം അല്ലെ, എത്ര എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ, ഒരെണ്ണം അല്ലേ, ഒരെണ്ണം 2 എണ്ണം ഉണ്ടായിരുന്നു. സോ ആൻസർ 2/2 1 ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. 1 അല്ലേ 4/7 7 1/3 പ്ലസ് 3 3/5 എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ 1 എഴുതിയിട്ടാണ് തൊട്ടപ്പുറത്തുള്ളത് 4/7 അല്ലേ ഉള്ളത് അല്ലേ. 1 4/7ന്റെ മീനിങ് എന്ന് വെച്ചാൽ 1 പ്ലസ് അല്ലേ 4/7 എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ്. അപ്പൊ 7 + 1/3 ആണ്. 1 പ്ലസ് അല്ലെങ്കിൽ 3 + 3/5 ഇങ്ങനെ ഓരോ വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ള ഈ നമ്പേഴ്സ് അല്ലേ 1 എടുക്കാം, 7 എടുക്കാം, അതുപോലെ 3. ഈ 3 ആദ്യം പ്ലസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലസ് ചെയ്യാൻ കാരണം വെച്ചാൽ എല്ലാത്തിന്റെ മുന്നിൽ എന്താണ്, ഇപ്പൊ ഇത് ശരിക്കും എന്താ മീനിങ് വെച്ചാൽ 1 + 4/7 ആണ് ഇതിന്റെ മീനിങ്, +7 + 1/3 ആണ് ഇതിന്റെ മീനിങ്. നേരത്തെ പറഞ്ഞ പോലെ 3 + 3/5 ആണ് മീനിങ്. അപ്പൊ 1 7 8 3 11 വന്നു. 11 വന്നിട്ട് ബാക്കി പ്ലസ് ആണ് കേട്ടോ എല്ലാം വരിക. പ്ലസ് വരും, പിന്നെ എന്താ വരിക 4/7 പ്ലസ് വരും അല്ലേ 1/3 + 3/5. ഇത്രയാണുള്ളത്. നമുക്ക് എന്താണ് ഇത് 2 രീതി ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് LCM കണ്ടുവച്ചിട്ട് LCM മെത്തേഡുകളൊക്കെ വെച്ചിട്ട് ചൂസ് ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 11+ അല്ലേ, അല്ലെങ്കിൽ 11+ എന്തോ ഒരു വാല്യൂ വന്നു വിചാരിക്കുക. അതായത് എന്തായാലും താഴത്തെ നോക്കിയാൽ ഇവിടെ 7 3 5 അല്ലേ, 7 3 21. എന്തായാലും LCM കാണാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ LCM മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് വരിക, താഴത്തിന്റെ LCM കണ്ടുപിടിക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ശരിക്കും മുഴുവൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
താഴെയുള്ളതിന്റെ LCM ശരിക്കും എന്താ വരിക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രൈം നമ്പർ അല്ലേ 3, 5 അല്ലെ, 3, 7, 3, 5 ഇത് മൂന്നും പ്രൈം നമ്പർ ആണ്. 7 ഉണ്ട്, 3 ഉണ്ട്, 5 ഈ 3 നമ്പറും പ്രൈം നമ്പർ ആവുകൊണ്ട് തന്നെ പ്രൈം നമ്പറിന്റെ LCM കാണാൻ ഈ താഴെയുള്ള 3 കൂടി ഗുണിച്ചാൽ മതി. നമ്പേഴ്സ് നമ്മളൊരു ഐ ബട്ടിലൊരു പ്രൈം നമ്പർ വീഡിയോ പണ്ട് നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും ഇത് നമ്പേഴ്സ് പ്രൈം നമ്പർ ആവുകൊണ്ട് അല്ല, ഇതിനെ നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ. 7, 3, 5 ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 105 ആണ് LCM വരിക. LCM മെത്തേഡിൽ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നോക്കി ഇവിടെ എന്തായാലും ഇവിടെ 105 എല്ലാ ഓപ്ഷനിലും നോക്കി താഴെ 105 ഉണ്ട്. ഓപ്ഷൻ വെച്ചിട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് എന്താണ് മുഴുവൻ ചെയ്യേണ്ടത്, മുഴുവൻ ചെയ്യാൻ കുറെ പ്രയാസം. അങ്ങനെ ചെയ്യത് 4 100 അല്ലെങ്കിൽ 7 105 ആവണ്ടേ, അത് എത്ര വെച്ച് ഗുണിക്കും? അതിനെ ഈ 4 വെച്ച് ഗുണിക്കണം. ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം എടുക്കാം. സമയം എടുക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളെല്ലാം മുന്നിലുള്ള കൂട്ടി വെച്ചു 15, താഴത്തെ LCM 105 കണ്ടുവച്ചു. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് നോക്കി നോക്കാം. ശരിക്കും ഈ 21/105, 8/105, 25/105, 13/105 ഇതിലേതാണ് വരാൻ ചാൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ 11+ നിങ്ങൾ ആലോചിക്കണം. എന്തായാലും 105നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ ആൻസർ എന്തായി 1000ന്റെ മുകളിലല്ലേ വരിക. അപ്പൊ എന്തായാലും ആൻസർ 1000ന്റെ മുകളിൽ വരുന്ന ആൻസർ 1313/105 ആയിരിക്കും. കാരണം നമുക്കത് മുഴുവൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കുക. 4/7 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക ഇവിടെ 1313/105. എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ എന്തോ സംഭവമാണ് നമുക്കവിടെ കൂട്ടിയാൽ കിട്ടുക മുകളിൽ അല്ലെ, LCM വെച്ച് ചെയ്യുമ്പോഴൊക്കെ. എത്ര കിട്ടിയാൽ 105 × 11+ ആകുമ്പോൾ 1313/105 ആണ് ചാൻസ് ഉള്ളത്. കാരണം 105ന്റെ മുകളിലുള്ള വേറെ ഒരു വാല്യൂ ഇല്ല. അപ്പൊ അങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. ഒരാൾ 10% ഡിസ്കൗണ്ടിൽ ഒരു സാധനം വാങ്ങി, അതിനുശേഷം 20% വില കൂട്ടി വിൽക്കുകയാണ്. അയാൾക്ക് എത്ര ശതമാനം രൂപ അധികം ലഭിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ കോമൺ ലൈഫിൽ നമുക്ക് ഉണ്ടാവാറുള്ളതാണ് ഇത്ര ഡിസ്കൗണ്ടും നമ്മൾ വില കൂട്ടി വിൽക്കണം. നമ്മുടെ ഒരു കോമൺ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് അറിയാത്തൊരു വില, ഒരു സംഭവത്തിന്റെ വില അറിയില്ല, പെർസെന്റേജിൽ വില അറിയാത്തൊരു സംഭവമാണെങ്കിൽ നമ്മൾ 100 രൂപയായിട്ട് എടുക്കുക. അതാണ് പെർസെന്റേജിന്റെ മാക്സിമം 100 അല്ലേ, എന്തിന്റെയും മാക്സിമം 100 ആണ്. 100 രൂപയാണ് വില. 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കിയേ 100ൽ 10 കുറഞ്ഞാൽ 90 രൂപയായിരുന്നു മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് എന്താ ഉണ്ടായത്, ഇവിടെ 20% വില കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. 20% വില കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള വില 100 അല്ലല്ലോ, 90 ആയല്ലേ വില ഉണ്ടായത്. കാരണം എന്താണ്, 100ന് 10% കുറച്ചപ്പോൾ 90. ഇനി 20% വില കൂട്ടി വിൽക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ 90ന്റെ 20% പ്ലസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത്, നമ്മളെ പെർസെന്റേജിന്റെ വീഡിയോ നിങ്ങൾ ഐ ബട്ടിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. 90 ആണ് എപ്പോഴും. 90 എന്ന് പറഞ്ഞപ്പോൾ വിലയല്ലേ, 100% ആണ് 90. 10% എന്ന് പറയുന്നത് ഒരു പോയിന്റ് കൊടുക്കുക, അവസാനത്തെ 0 കളഞ്ഞാൽ 9 ആയി. 10% 9 ആണെങ്കിൽ 20% അല്ലേ കൂട്ടേണ്ടത്, 18 ആയിരിക്കും വരിക. അപ്പൊ 100ന്റെ 10% കുറച്ചു 90 ആയി. 90ന്റെ 20% വീണ്ടും കൂടുകയാണ്. 20 കൂടില്ലേ, 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90ന്റെ 20% 18 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി വില? ഇപ്പോ 108 ആയി എന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം 100 രൂപയായിരുന്നു, പിന്നെ 90 ആയി, പിന്നെ വില കൂട്ടിയപ്പോൾ 108 ആയി. എന്താ ചോദിച്ചത്, എത്ര ശതമാനം അധികം ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമല്ലേ. 100 108 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8% അയാൾക്ക് അധികം ലഭിക്കുന്നത്. 100 അല്ലെ 108 വ്യത്യാസം എടുത്തു വയ്ക്കുക. 8% ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 4 ലെയർ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറയുന്നുണ്ട് അല്ലെ. സ്ക്വയർ റൂട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ റൂട്ടിൻ്റെ എന്താ ഉള്ളത് ഇവിടെ എന്നൂടി വ്യക്തമാക്കി തരാം. 4 ഉണ്ട്, 25/36 ഉണ്ട്. അപ്പൊ പല ആളുകൾ എന്ത് ചെയ്യും വെച്ചാൽ, ഇതിപ്പോ റൂട്ട് അല്ലേ, 4ന്റെ റൂട്ട് അല്ലെ 2 എഴുതി വെക്കും. 25 റൂട്ട് 5 ബൈ എന്താണ് 6. നോക്കുമ്പോൾ തന്നെ സംഭവം ഈസി ആയി. നോക്കിയേ 2 5/6 ഇതല്ല ആൻസർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഇവിടെ ആദ്യം ചെയ്യേണ്ട എന്താണ്, 4 റൂട്ടിനുള്ളിൽ 4 ഉണ്ട്, 25/36 ഇത് ആദ്യം ചെയ്തിട്ട് ഒരു ഭിന്നസംഖ്യാ രൂപം ആക്കിയെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ഇതിന് ഭിന്നസംഖ്യ രൂപം ആക്കി വെക്കുക, ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുക, എന്നിട്ട് ഇവിടെ പ്ലസ് ചെയ്യുക. ശരിക്കും ഇതെന്താണ്, 4 + 25/36 ആണ്. ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് കൂട്ടുക. എത്ര വരും, 36 × 4. നോക്കിയ ഇവിടെ 36 × 4 ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇരട്ടിയുടെ ഇരട്ടി എടുത്തു വെച്ചാൽ മതി. 36ന്റെ ഇരട്ടി എന്താ നമുക്ക് തന്നെ അറിയാലോ, 72. അതിന്റെ ഇരട്ടി 144. ഈ 144ഓട് കൂടി 25 കൂട്ടി എത്രയാ വരിക, 144ഉം 25ഉം 169 വരും ബൈ എന്താണ് 36. അപ്പൊ ഉള്ളിലുള്ള ഈ സംഭവത്തിനെ നമ്മൾ മാറ്റി വെച്ചു 169/36. ഇനി എന്ത് കൊടുത്താൽ മതി,
ഈ 169/36 നമ്മൾ എന്ത് കൊടുത്താൽ മതി? റൂട്ട് കൊടുത്താൽ മതി. റൂട്ട് കൊടുക്കുമ്പോൾ 169 നമുക്ക് എല്ലാവർക്കും അറിയാം 13 36ന്റെ റൂട്ട് എന്താണ്? 36ന്റെ റൂട്ട് 6 13/6 ആണ് വരിക. നോക്കി എവിടെ 35/6 എന്തായാലും അല്ല, 5/6 അല്ല ഉള്ളത്. നോക്കി 5/6 അല്ല. പിന്നെ ആകെ ഒരു ചാൻസ് ഉള്ളത് 6 ഉള്ളത്. 6 ഉണ്ട് 10 അല്ലേ? ഇത് 6 എന്തായാലും വരില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേസ് തന്നെയാണ്. കാരണം എന്താണ്? 6 2 അല്ലേ? 12 5 17. നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് എന്ത് വരും? 2/1/6. അതായത് 13/6 നമ്മൾ എത്ര മാറ്റും? എത്ര 6 ഉണ്ട് 13-ല്? 2 6 ഉണ്ട് അല്ലെ? ബാക്കി ബൈ 6 തന്നെയാണ്. ബാക്കി 6 എത്രയാണ്? 2 6 12 1 13/6 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ നോക്കി ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് രസമായിട്ടുള്ള ചോദ്യമാണ്. 3 കാറുകളുടെ വേഗത സ്പീഡ് വന്നിട്ടുണ്ട്. 3:4:5 വന്നിട്ടുണ്ട് അല്ലേ? വേഗതയുടെ സ്പീഡിന്റെ അംശം വന്നിട്ടുണ്ട്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എന്ത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3:4:5 എഴുതുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10 അല്ലെ? സമയവും വേഗതയൊക്കെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചില ആളുകൾ മാർക്ക് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയല്ല ആൻസർ വരിക. കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകൾ എന്നോട് വാട്സാപ്പിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഇങ്ങനെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം എന്താണ്? 3:4:5 ആണ് എന്താ കൊടുത്തിട്ടുള്ളത് ഇവിടെ? സ്പീഡ് അല്ലെ? വേഗത തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാലോ സ്പീഡ് എന്ന് പറഞ്ഞതാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ നമ്മൾ ടൈം കണ്ടുപിടിക്കണം എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും വരിക. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ നമുക്ക് ഇവിടെ നിശ്ചിത ദൂരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എത്ര ദൂരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ടൈം കാണാൻ ഏതോ ഒരു ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയോ ദൂരത്തിന് എന്ത് ചെയ്താൽ മതി? ഈ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ടൈമിന്റെ വാല്യൂസ് കിട്ടും. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ദൂരം പോയി, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഈ ഇക്വേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ 3 4 5 എന്നിങ്ങനെ 3 വാല്യൂ തന്നെങ്കിൽ കൂടി ഇവിടെ നിശ്ചയ ദൂരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ പോയിന്റ് ഒക്കെ വരുന്ന കേസിൽ ഏത് ദൂരം എടുക്കാം. ഇപ്പൊ 100നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ പോയിന്റ് ഒക്കെ വരും. ഞാൻ ചെയ്യുന്ന ലോജിക്ക് ഇത്രയേ ഉള്ളൂ. 3നും കൂടി പോകുന്ന ഒരു നമ്പർ, 3 ആളുകളും ഈ ഒരു സ്പീഡിൽ പോകണ്ടേ? ഞാൻ LCM എടുത്തു വെച്ചു, 60 എന്ന് എടുത്തു വെച്ചു. ബെറ്റർ എന്താ വെച്ചാൽ 3 4 5 ഇതിന്റെ LCM കാണണമെങ്കിൽ തമ്മിൽ ഗുണിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. 3 4 12 5 60 എടുത്തു. അപ്പൊ നിശ്ചയ ദൂരം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ മനസ്സിലാക്കണതാണ്. നിശ്ചയ ദൂരം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ്? നമുക്ക് എല്ലാത്തിലും 3 കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ LCM ആണ്. 60 എടുത്തു വെച്ച് കഴിഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഇതാണ് ഡിസ്റ്റൻസ്, ഇതാണ് സ്പീഡ്. 60നെ 3 കൊണ്ട് ഹരിച്ചു, എത്ര വരും ആൻസർ? 20:2 അല്ലെ? അപ്പൊ നമ്മൾ ആൻസർ നോക്കിയാൽ മനസ്സിലാവും ആൻസർ ആയിട്ടുണ്ട്. 60നെ 4 കൊണ്ട് ഹരിച്ചു, എത്ര വരും ഇവിടെ ആൻസർ? 15 4 60. 60നെ 5 കൊണ്ട് ഹരിച്ചു, എന്താ വരിക? 12. അപ്പൊ PSCയുടെ ആൻസർ 20:15:12 ആണ്. ആ PSC ഉദ്ദേശിച്ചതും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. 3:4:5 LCM 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാം. നമ്മൾ ഈ കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആവണം തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാൻ ഓപ്ഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് കൃത്യങ്ങളുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 0.008 ഹോൾ റേസ് ടു -30 എന്താണ് ചോദിച്ചിട്ട് ക്വസ്റ്റൻ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മൈനസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ -90 ആവാം. അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില ഏരിയാസ് ഒക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 0.008 ഹോൾ റേസ് ടു -30 ആണ് പറഞ്ഞിട്ടുള്ളത്. 0.008 ഹോൾ റേസ് ടു -30 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0.008 എന്താന്ന് ആദ്യം അറിയണം. ശരിക്കും 0.008 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 8 എത്ര പോയിന്റ് ഉണ്ട് അത്രയും 0 ചേർത്തോളൂ. 8/1000. അതായത് 0.8 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. 0.8 എന്ന് പറഞ്ഞാൽ 8/10. എത്ര പോയിന്റോ അത്രയും 0 താഴെ. അതായത് 0.008 എന്നാൽ 3 പോയിന്റ് ആണെങ്കിൽ 3 0. അപ്പൊ ഇത് നമുക്കറിയാം എന്താണ് 0.008 നമ്മൾ എങ്ങനെ മാറ്റി? 8/1000 എന്ന് മാറ്റിയിട്ട് ഹോൾ റേസ് ടു -30 തന്നെയാണ് മുകളിലുള്ളത്. ഇനി ഇവിടെ ചെയ്യേണ്ടത് നോക്കിയാൽ ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ 10 കൊണ്ട് ആക്കി വെക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കാരണം എന്താണ്? 8 കട്ട് ചെയ്യാം, 1000 കട്ട് ചെയ്യാം. 8ഉം 1000 ഹരിച്ചിന് 8ഉം 1000 കൂടി ഹരിച്ചാൽ 125 പ്രാവശ്യം വരും. നിങ്ങൾ ഹരിച്ചു നോക്കുക. നിങ്ങൾ ഞാൻ കുറെ പ്രാക്ടീസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ 4ഉം 1000ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പകുതിയുടെ പകുതി, അതായത്
500 വരും എന്നുള്ളത്, 500 അല്ല, പകുതിയുടെ പകുതി, 1000ന്റെ പകുതിയുടെ പകുതി 250 വരും എന്നൊക്കെ മനസ്സിലാവും നമുക്കിവിടെ. അപ്പോൾ ഇവിടെ 8/1000, 1000 3 പ്രാവശ്യം പകുതിയുടെ പകുതി എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 1 ആണ് മുകളിൽ വരിക, 125 ഹോൾ റേസ് ടു -30 വരും. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അവിടെ നിലനിൽക്കുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വാല്യൂയുടെ മുകളിൽ മൈനസ് വന്നാൽ, അപ്പം ഞാനിവിടെ പറയാണ് 2⁻² എന്നിട്ടാണ് എന്ത് മനസ്സിലാക്കണം? അപ്പോൾ അവിടെ 1/2² എന്നിടുക. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 2⁻30 അല്ലെങ്കിൽ 2⁻30 എന്ന് എഴുതുകയാണ്. 1 ഇട്ടാൽ എന്തായി? ഇവിടെ 1 ഇടുമ്പോഴാണ് ഈ മൈനസ് വരുന്നത്. നോക്കിയാൽ ഇവിടെ, അല്ലെങ്കിൽ മൈനസ് പോകുന്നത് നോക്കി 2⁻² നമ്മൾ എഴുതുക. അതാദ്യം പഠിച്ചു വെക്കുക. 2⁻² എന്ന് പറയുമ്പോൾ 1 ഇട്ടാൽ മൈനസ് പോകും അല്ലേ? 2⁻², 1 ഇട്ടാൽ മൈനസ് പോകും. ഇതിലും ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, വ്യുൽക്രമം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സിമ്പിളായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 2 നമ്മൾ ഇവിടെ തന്നെ പറയേണ്ട ഒരു 5 ഇടുകയാണ്. 1 ഇട്ട് കഴിഞ്ഞാൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ്, ഇവിടെ പ്ലസ് ഉള്ളത് 2⁻5 ആയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതാണ് 1 അല്ലേ ഇട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ തിരിച്ച് നമ്മൾ റിവേഴ്സ് പ്രോസസ് അല്ലെങ്കിൽ റിവേഴ്സ് രീതിയിൽ ആലോചിച്ച് നോക്കി. ഈ 2⁻5 തിരിച്ച് എഴുതി വെച്ചാൽ എന്തായി? 1/2⁻5 അല്ലേ? 1/2⁻5 തിരിച്ച് എഴുതുമ്പോൾ 2⁵ ആയി. അതായത് 1 എന്തിൻ്റെയോ ഒന്നിന് മൈനസ് വന്നാൽ അതിന്റെ വ്യുൽക്രമം എഴുതി കഴിഞ്ഞാൽ നേരെ സിമ്പിൾ ഓപ്പോസിറ്റ് ആയിരിക്കും. സിമ്പിൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരിക? 125 ഉണ്ട്, അതിന്റെ ഹോൾ റേസ് ടു 30 വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്? ഏതാണോ ഇതിന്റെ, ഇപ്പൊ 1/2² അല്ലേ? നിങ്ങൾ വ്യുൽക്രമം നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2⁻². അപ്പൊ അതേപോലെ 1/125 ഹോൾ റേസ് ടു മൈനസ് വന്നാൽ അത് മൈനസ് പോകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തായാലും 125 ഓപ്ഷനിൽ ഇല്ലെങ്കിൽ 5 ഓപ്ഷൻ ഉള്ളത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഇവിടെ 125 ഹോൾ റേസ് ടു 30 എന്ത് വരും? 125 ഹോൾ റേസ് ടു 30 എന്താ വരിക എന്ന് വെച്ചാൽ 125 5ന്റെ ക്യൂബ് അല്ലേ? 125 5ന്റെ ക്യൂബാണ് ഹോൾ റേസ് ടു 30. അപ്പോൾ 5ന്റെ ക്യൂബ് അതിന്റെ മുകളിലും വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 5⁻90 വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാറ്, വീഡിയോയുടെ പ്രത്യേകം ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷനാണ്. അപ്പൊ 0.008 നമ്മൾ മാറ്റി എഴുതി ഇങ്ങനെയൊക്കെ നമ്മളെന്താണ് 1/125 ഒക്കെ കിട്ടി, മൈനസ് കളഞ്ഞു, എന്താ ചെയ്തു? വിൽക്രം ഇട്ടപ്പോൾ മൈനസ് പോയി. പിന്നെ നമ്മൾ അടുത്തത് ഈ സ്റ്റെപ്പാണ് ചെയ്തത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ഫോളോ ചെയ്യാം. ഇത് വലിയ പ്രയാസമെന്ന് വിചാരിക്കുന്ന കാര്യമില്ല, വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ABCDEF അല്ലേ? 6 പേരുണ്ട്, വട്ടത്തിൽ ഇരിക്കുക നിൽക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെ? B Fന്റെയും Cയുടെ ഇടയിലാണ്, A Eയുടെയും Dയുടെയും ഇടയിൽ, F Dയുടെ ഇടത്തായി നിൽക്കുന്നു, A ആൻഡ് Fന്റെ ഇടയിൽ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു വട്ടത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വട്ടം മേശയുടെ ചുറ്റും അല്ലെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര പേരുണ്ട് ഇവിടെ? 6 പേരുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും സർക്കിൾ സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ വരുന്ന കേസിൽ നിങ്ങൾ എന്താണ്, വട്ടത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് 6 എണ്ണം ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുക. 4 എണ്ണം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ വട്ടത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും ഉള്ളോട്ടാണ് ഇവർ ഫേസ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്? ഉള്ളോട്ട് ഇങ്ങനെ ഫേസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ സർക്കിൾ അറേഞ്ച്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഈ ഒരു റൊട്ടേഷൻ ആണ് ഇടത്ത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് ബൈഹാർട്ട് ശരിക്കും നോക്കി. ഇയാളുടെ കേസിൽ നമ്മൾ ഇത് എടുക്കുകയാണ്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇടത്ത് ഭാഗം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇതാളുടെ ഇടത്ത്. അപ്പൊ ഇടത്ത് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് അങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഇതാണ് ഇടത്ത് റൊട്ടേഷൻ. വലത്ത് സൈഡിൽ എന്താണ്? റൈറ്റ് സൈഡിൽ റൊട്ടേഷൻ ഇതാണെന്ന് പഠിച്ചു വെക്കുക. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഒരു അല്ലേ, ഞാനിവിടെ ഒരു T ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്, P ഉണ്ട് എന്ന് പറഞ്ഞാൽ ആറിന്റെ അടുത്ത് ഫസ്റ്റ് കിടക്കുന്നത് S ആണ്. നോക്കിയേ, ലെഫ്റ്റ് റൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് പറഞ്ഞു, റൈറ്റ് ഇങ്ങനെയും ആന്റി ക്ലോക്ക് വൈസ് പഠിക്കാം. ഇനിയിപ്പോൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും പഠിച്ചില്ലെങ്കിലും ഈ റൊട്ടേഷൻ പഠിച്ചിരുന്നാൽ മതി. ആറിന്റെ ലെഫ്റ്റ് S ആണ്, എസിന്റെ സെക്കൻഡ് ലെഫ്റ്റ് T ആണ്. ടിയുടെ തൊട്ട റൈറ്റ് സൈഡിൽ, റൈറ്റ് നമ്മൾ റൊട്ടേഷൻ പറഞ്ഞാൽ ടിയുടെ റൈറ്റ് P ആണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും പഠിക്കണം. അപ്പൊ ലെഫ്റ്റ് റൊട്ടേഷൻ, ഇടത്ത് റൊട്ടേഷൻ എന്താണ്? ഈ റൊട്ടേഷൻ ആണ്, ആറിന്റെ ലെഫ്റ്റ് S ആണ്, ആറിന്റെ സെക്കൻഡ് ലെഫ്റ്റ് P ആണ്. ലെഫ്റ്റും റൈറ്റും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത എക്സാംസിനും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ്. നമ്മൾ ലെഫ്റ്റും റൈറ്റും പഠിച്ചല്ലോ, ഇടത്ത് ഇങ്ങനെയാണ്, വലത്ത് ഇങ്ങനെയാണ്. ലെഫ്റ്റും ഇടത്തും വലത്തും ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ എന്ത് കണക്ട് ചെയ്യണം? നമുക്ക് എപ്പോഴും ഇതൊരു പസിൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് ഒരു കടങ്കഥ അങ്ങനത്തെ ഒരു ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൂ. നമ്മളങ്ങനെയല്ലേ പസിലൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും അറിയുന്ന ക്ലൂ എന്താ നോക്കി. ഇവിടെ B Fഉം Cന്റെ ഇടയിലാണ്, A Eയുടെയും Dയുടെയും ഇടയിലാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? F നോക്കിയേ Dയുടെ ഇടത്തായിട്ട് നിൽക്കുന്ന പറഞ്ഞു. F Dയുടെ ഇടത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ കൊടുക്കാം?
ഇവിടെ ഞാൻ നോക്കിയ ഡി കൊടുത്തു എന്ന് വിചാരിക്കുക. ഡിയുടെ ഇടത്തല്ലേ എഫ് എന്താ പറഞ്ഞ എഫ് കോമ ഡിയുടെ ഇടത്ത് റൊട്ടേഷൻ എങ്ങനെയാണ്? എഫ് ഡിയുടെ ഇടത്ത് പറഞ്ഞാൽ ഡിയുടെ ഇടത്ത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ എഫ് കൊടുത്തു, ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ എസ്. ഇനി എന്താ പറഞ്ഞു നോക്കിയേ, ബി എന്നയാള് എഫിന്റെയും സിയുടെയും ഇടയിലാണ്. ബി എഫിന്റെയും സിയുടെയും ഇടയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എവിടെയാ വരിക? ബി എന്ന് പറയുന്നത് എഫിന്റെയും സിയുടെയും ഇടയിൽ. അപ്പൊ ശരിയായില്ലേ? എഫ് ഇവിടെ ഉണ്ടാവുകൊണ്ട് ബി നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് നോക്കിയേ, എ ഇയുടെയും ഡിയുടെയും ഇടയിൽ. എ എന്ന് പറയുന്നത് ഇയുടെ. അപ്പൊ എ ഇവിടെ വരച്ചിട്ട് കാര്യമുണ്ടോ? അതോ ഇവിടെ വരയ്ക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എ ഇയുടെയും ഡിയുടെയും ഇടയിൽ. അപ്പൊ എ എവിടെയാ വരിക? എ എന്ന് പറയുന്നത് ഇവിടെ വരച്ചാൽ മാത്രമേ ഇയുടെയും ഡിയുടെയും, ഇത് ഇ ആണ് ഡി, അതിന്റെ ഇടയ്ക്കാണ് എ വരിക. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആൻസർ ആണ്. ഇടത്തും വലത്തും പഠിക്കുക. നിങ്ങൾ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് ഡൗട്ടുള്ള ആളുകൾ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. ചോദ്യം എന്താണ്? എ ഇന്ത്യ എഫിന്റെ ഇടയിൽ ആരാണ്? എ ഇന്ത്യ എഫിന്റെ ഇടയിൽ ആരാണ്? ഡി എന്ന് പറയാം. എയുടെയും എഫ് ഒന്നുകൂടി നോക്കുക, വ്യക്തമായിട്ട് ഡി എന്ന് പറയാം. ആൻസർ കിട്ടി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ ഈ വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്. നോക്കിയാൽ ഇവിടെ പോയിന്റ് സി അല്ലേ, 0.512 ഹോൾ റേസ് ടു 1/2, 0.008 ഹോൾ റേസ് ടു 1/3. എന്നിട്ട് പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്നതാണ് ഈ കൃത്യങ്ങൾ എന്ന് പറഞ്ഞ ഏരിയ എന്നുള്ളത്. അപ്പൊ ഇതിൽ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളത്. നോക്കിയാൽ ഇവിടെ 0.5 അല്ലേ, 0.15 അല്ലേ, 512 ഹോൾ റേസ് ടു 1/3 അല്ലേ, ക്യൂബ് ഹോൾ റേസ് ടു 1/3 ഉണ്ട്. പോയിന്റ് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ? 0 അല്ലേ, 0.8 ഉണ്ട്, ഹോൾ റേസ് ടു 1/3 ഉണ്ട്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇതുണ്ട് പോയിന്റ് അല്ലെ, ഇതുണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ട ലോജിക് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ഹോൾ റേസ് ടു 1/3. എന്തിൻ്റെങ്കിലും മുകളിൽ ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഇപ്പൊ 8ന്റെ മുകളിൽ ഹോൾ റേസ് ടു 1/3 എന്ന് ഇട്ട് കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം ഗുണിച്ചതാണ് അല്ലേ 8 വരെ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് 0.008 എന്നാണ് ഇത് വരും. ഇവിടെ എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് അല്ലെ എന്ത് വരും? 0.512 എന്ന് വരും. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴും നിങ്ങൾ വിചാരിച്ചു ഇത്രയും വലുതല്ലേ കണ്ടുപിടിക്കുന്നത്. അതിനാണ് നമ്മളെ വീഡിയോ ചാനൽ നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടാണ്. നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടുപിടിക്കേണ്ടത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പോയിന്റ് ദശാംശം വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ്. 512 അല്ലെ, 008 ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. 008 ആദ്യം ചെയ്ത് നോക്കാം. എന്താണ്? ക്യൂബ് റൂട്ടാണ്, 2 0 ഉണ്ട് 8. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0.512 അല്ലെ, 0.512 ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ 1/3 ക്യൂബ് റൂട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇത് എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണ. എത്ര ദശാംശം ഉണ്ട് ഇവിടെ? 3 ദശാംശം ഉണ്ട്. ഇവിടെ എത്ര ദശാംശം ഉണ്ട്? 3. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3നെ 3 ക്യൂബ് റൂട്ട്, ഈ 3നെ 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാവും? 1. അപ്പൊ ഉത്തരത്തിലും ഒരു ദശാംശം വരിക. ഇവിടെ ഈ 3നെ 3 കൊണ്ട് ഹരിക്കുക, ഉത്തരത്തിൽ ഒരു ദശാംശം വരിക. അതായത് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. പോയിന്റ് അല്ലെ ഇപ്പൊ ഇങ്ങനെ വരിക എന്ന് വിചാരിക്കുക. 0.0125 നോക്കിയ ഇവിടെ 1 2 3 4 5 ഒരു 0 കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 6 ദശാംശം ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ 3 ദശാംശം അല്ലേ, 6 ദശാംശം 0.12345 6 0.00125 ആണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ ക്യൂബ് റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ 6/3 ഉത്തരത്തിൽ 2 ദശാംശം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ് അല്ലെ. എത്ര ദശാംശം ഉണ്ടോ അതിനെ 3 കൊണ്ട് ഹരിക്കുക. സ്ക്വയർ റൂട്ട് ഇതുപോലെയാണ് നമ്മൾ വീഡിയോയിൽ ഐ ബട്ടണിൽ പറഞ്ഞിട്ട് 6 3 വെച്ചപ്പോൾ 2. ചോദ്യത്തിലല്ലോ നമ്മളെ ചോദ്യം എന്താണ്? 3 ദശാംശം ഉണ്ട്. ക്യൂബ് റൂട്ട് 0.008 എന്ന് പറഞ്ഞാൽ 3 ദശാംശം ഉണ്ട്. നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒരു ദശാംശം, ഇങ്ങനെ ഒരു ദശാംശം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിന്റെ ഉള്ളിലുള്ളതിന്റെ ആൻസർ, അതായത് നോക്കി ക്യൂബ് റൂട്ട് അല്ലേ 8 അല്ലേ ഉള്ളത്. 8ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 2 അല്ലേ. 512ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 512ന്റെ ക്യൂബ് റൂട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 8ന്റെ അല്ലേ ക്യൂബാണ് 512ന്റെ ക്യൂബ് റൂട്ട് 8 എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? ഇവിടെ ഉത്തരം 2, ഉത്തരം 8 ആണ്. എത്ര ദശാംശം ഉണ്ട്? ഒരു ദശാംശം ഉണ്ട് ഇവിടെ. ഇവിടെ എത്ര ദശാംശം ഉണ്ട്? ഇവിടെ ഒരു ദശാംശം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? 0.0 അല്ലെ, 0.512 ഹോൾ റേസ് ടു 1/3 അല്ലേ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് പോയിന്റ് അല്ലേ എന്ത് വരും? ഇവിടെ 0.512ന്റെ ക്യൂബ് റൂട്ട് എന്ത് വരും? 0.8 വരും. ഇതിന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 0.008 ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 0.008ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 0.2 എന്ന് വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് പ്ലസ് ചെയ്യാനും താഴെ മൈനസ് ചെയ്യാനല്ലേ ഉള്ളൂ. ഇത് രണ്ടും പ്ലസ് ചെയ്യുക. എന്തൊക്കെ വരും ഇവിടെ? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 0.2 പ്ലസ് 0.8 വരും. ഹോൾ ഡിവൈഡ് ബൈ എന്തൊക്കെ വരും? ഇവിടെ നമുക്ക് വലിയ നമ്പർ അല്ലേ 0.8 ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. 0.8 അല്ലേ ഇവിടെ 0.8 പ്ലസ് ആണ്. ഓക്കെ, 0.8 മൈനസ്
0.2 വരും. അപ്പോൾ എന്താ അവിടെ ശരിക്കും വരിക നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ? പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ 8ഉം 2ഉം 10, 10നൊരു പോയിന്റ് കൊടുക്കുകയല്ലേ നമ്മൾ. 8ഉം 2ഉം 10, 10നൊരു പോയിന്റ് കൊടുക്കുമ്പോൾ 1/0.8 നിന്ന് 0.2 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 0.6 വരും. ഇനി നമുക്ക് അറിയേണ്ടത് 1/0.6 ഇവിടെ എവിടെയും കാണാനല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ 1 ഉണ്ട്, സെക്ഷൻ്റെ ഓപ്ഷനിൽ 10/3 ഉണ്ട്, 5/3 ഒക്കെ നമുക്ക് ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എന്തിനാണ്? 1/0.6. 1/0.6 നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1/0.6 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 0.6 എന്ന് പറഞ്ഞാൽ 6/10 ആണ്. 0.6 എന്ന് പറഞ്ഞാൽ 6/10 ആണ്. അപ്പം 6/10 നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? വിൽക്രമത്തിൽ ഇടുമ്പോൾ ശരിക്കും എന്താ വരിക? 10/6 ആണ് വരിക. 10/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 10/6 ഉണ്ടോ? ഇല്ല. 10/6 ഇല്ലെങ്കിൽ 10ന്റെ പകുതി 5, 6ന്റെ പകുതി 3, 5/3 ആയിരിക്കും ആൻസർ വരിക. വീഡിയോ ഒന്നുകൂടി ഫോളോ ചെയ്യാം. നമ്മൾ ചെയ്ത് എത്രയേ ഉള്ളൂ. ലാസ്റ്റ് ചെയ്ത എന്താണ്? 1/0.6. 1/0.6ന് നമ്മൾ എന്ത് ചെയ്തു? 1/0.6ന് 6/10 ആക്കി. വിൽക്രം എത്തിയപ്പോൾ 10/6 അല്ലെ. 10ന്റെ പകുതി 5, 6ന്റെ പകുതി 3, 5/3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? 30 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉണ്ട് അല്ലെ. സർക്കിൾ അല്ല, ഗോളമാണെന്ന് വിചാരിക്കും. ഒരു പന്ത് പോലെ ഗോളമുണ്ട്. അതിന് 5 സെന്റിമീറ്റർ, ചെറിയൊരു 5 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ പല ക്വസ്റ്റ്യൻ വരും. എന്താണ്? ഗോളം മാത്രമല്ല, ഇപ്പം നമ്മൾ എന്താണ് ഇതുപോലെ എന്താ പറയുക, ഒരു കല്ല് പതിക്കില്ലേ, എത്ര കല്ലുകൾ പതിക്കാം ഇല്ലേ? കല്ലുകളൊക്കെ പതിക്കണ പോലെയൊക്കെ നമ്മൾ എന്താണ് ചതുരത്തിൽ എത്ര കല്ലുകൾ പതിക്കാം, ഇതിന് എത്ര ഗോളങ്ങൾ ചെത്തിയെടുക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ടോട്ടൽ ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടോട്ടൽ ഏരിയ ബൈ ഇതിന്റെ ഒന്നിന്റെ ഏരിയ അങ്ങനെയൊക്കെ എടുക്കുക, വിസ്തീർണം. ഇതിലിപ്പോ നമ്മൾ നോക്കിയ ഗോളത്തിന് വ്യാപ്തമല്ലേ ഉള്ളത്. ഗോളത്തിന്റെ വ്യാപ്തം എടുക്കുക, ടോട്ടൽ വ്യാപ്തം ബൈ ഒന്നിന്റെ വ്യാപ്തം. എത്ര ടോട്ടൽ വ്യാപ്തം വരിക? നമുക്ക് തന്നെ അറിയാലോ ഇക്വേഷൻ. ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 4/3 πr³ നമുക്കറിയാം. 4/3 πr³ ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കി 30 സെന്റിമീറ്റർ വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരം എത്ര വരിക? ആരം 15 ആണ് വരിക. റേഡിയസ് നമുക്ക് 5 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഇവിടെ എന്താ വരിക? ഇവിടെ നമുക്ക് 2 സാധനങ്ങളാണ് വരിക. അപ്പൊ നോക്കിയ വരിക രണ്ടെണ്ണത്തിന്റെ, ഇതിന്റെ എന്ത് വരും? 4/3 πr³ വരും. ഇതിന്റെയും 4/3 πr³ വരും. ഇതിന്റെ റേഡിയസ് മാത്രമേ മാറ്റുള്ളൂ. ഇതിൽ റേഡിയസ് എത്രയാണ്? വലിയ റേഡിയസ് 15. ചെറിയ റേഡിയസ് എത്രയാണ്? ചെറിയ സർക്കിളിന് റേഡിയസ് 5. ശരിക്കും ഇത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നോക്കിയേ 4/3 πr³ മറ്റേതിന്റെ 4/3 πr³ ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയുള്ളതൊക്കെ ഒരേപോലെ വരില്ലേ? 4/3 π ഒക്കെ അല്ലേ സെയിം ഉള്ളത്. അപ്പൊ ശരിക്കും എന്താ വരിക? നിങ്ങൾ ഇങ്ങനെ വരുന്ന കേസുകൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഇത് മുഴുവൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എന്താ അറിയണം? ഒന്നിന്റെ റേഡിയസിന്റെ ക്യൂബ് എടുക്കുക ബൈ മറ്റേതിന്റെ റേഡിയസിന്റെ ക്യൂബ് എടുക്കുക. അതായത് ഇപ്പൊ നമുക്ക് വലിയ ഗോളത്തിന്റെ റേഡിയസ് എത്ര ഉണ്ട്? 15. 15ന്റെ ക്യൂബ് എടുക്കുക. 15 × 15 × 15. ഇതാണ് ഷോർട്ട് കട്ട് നമ്മൾ പറയുന്നത്. ഇത്രയും നമ്മൾ ഇതിന്റെ ഒരു മെത്തേഡാണ് പറഞ്ഞത്. എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ വലിയതിന്റെ വ്യാപ്തം ബൈ ചെറുതിന്റെ വ്യാപ്തമാണ്. അപ്പൊ വ്യാപ്തത്തിൽ രണ്ടും ഈക്വൽ, ഈ 4/3 ഈക്വൽ ആവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒന്നിന്റെ ക്യൂബ് ബൈ മറ്റൊന്നിന്റെ ക്യൂബ്. വലിയതിന്റെ എന്താ പറയുക വ്യാപ്തത്തിൽ ക്യൂബുകൾ 15 15 15 അല്ലേ. വ്യാസം 30 ആണെങ്കിൽ ആരം അതിന്റെ പകുതി ആയിരിക്കും അല്ലെ. മൊത്തത്തിൽ ഇതിനെയാണ് നമ്മൾ എന്താണ് വ്യാസം എന്ന് പറയുക. അതിന്റെ പകുതി ഇത്രയും ഭാഗമാണ് ആരം. 15 × 15 × 15 വലുതിന്റെയാണ്. ചെറുതിന്റെ എന്താ വരും? 5 × 5 × 5 കട്ട് ചെയ്യുമ്പോൾ 5 ഇവിടെ എന്ത് വരും? 3. ഈ 5 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3. ഈ 5 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3. 3 തമ്മിൽ ഗുണിച്ച് 27 ആണ് ആൻസർ. ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കാം. എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 1/5 = 1/7 + 1/42 പ്ലസ് എന്തോ അല്ലെ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഈ ഭാഗത്തുള്ളതാണ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ അണ്ടർലൈൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഇവിടെ നോക്കിയേ ഈ 2 ഭിന്നസംഖ്യയിൽ കൂട്ടിയിട്ട് 1/5 നിന്ന് കുറയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കി. ഇത് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമുക്കറിയാൻ. നോക്കിയാൽ ഇവിടെ 1/7 + 1/42 ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ ചെയ്യാൻ കുറെ സമയം എടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് LCM. നമ്മൾ പഴയ വിയുടെ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 7ന്റെയും 42ന്റെയും കൂടി LCM എടുക്കുക. LCMന്റെ മെത്തേഡ് നമ്മൾ ഐ ബട്ടണിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. രണ്ടെണ്ണം ഇങ്ങനെ വലുത് കൂട്ടാനുണ്ടെങ്കിൽ താഴത്തെ അംശവും ഛേദത്തിന്റെ LCM എടുത്തു നോക്കി. LCM നോക്കി 742. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? 742 ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. LCM വലിയ നമ്പർ എടുക്കുക. നമ്മൾ ഐ ബട്ടണിൽ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. വലിയ നമ്പർ തന്നെയാണ്. 42 തന്നെയാണ് LCM. ഈ 42 കിട്ടാൻ 7നെ എത്ര കൊണ്ട് ഗുണിക്കണം? 7നെ 6 കൊണ്ട് ഗുണിച്ചാൽ 42 ആയി. അപ്പൊ ഈ മുകളിലെ ഒന്നിന് നിങ്ങൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കുക. പ്ലസ് എന്ത് വരും?
42 കിട്ടാൻ എത്ര വേണം? 42 ഒന്നുകൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ 1 × 1 1 വരും. അപ്പൊ എന്താ ആൻസർ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും നിങ്ങൾ മനസ്സിലാക്കുക. 6 ഇവിടെ 1 × 6 6 1 7/42 വരും. 7/42 എന്താണ്? 7. 42 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 7 7 6 7 42 1/6 വരും. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് എന്ത് കിട്ടി? ഇത്രയും ഭാഗം 1/6 കിട്ടി. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ അല്ലേ. ഇത്രയും ഭാഗം അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? 1/5 എന്ന് 1/6 കുറയ്ക്കുക. 1/5 എന്ന് 1/6 കുറയ്ക്കുക. നമുക്ക് ഈ മെത്തേഡ് വേണമെങ്കിൽ LCM കണ്ടാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 2 എണ്ണം മാത്രം കുറച്ച് എളുപ്പമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? ഈ LCM മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 2 മെത്തേഡിന്റെ ആവശ്യമില്ല, LCM മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം. എത്ര ഒരു 5ന്റെയും 6ന്റെയും LCM എന്ന് പറയുന്നത് 30 ആണ് വരിക. 5 30 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 5 30 ആവാൻ 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1 ഞാൻ 6 കൊണ്ട് ഗുണിച്ചു. 6 × 1 മൈനസ് അല്ലേ എന്ത് വരും? ഇവിടെ 6നെ 30 ആക്കാൻ 5 കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പൊ 6 - 5. അപ്പൊ എന്ത് വരും ആൻസർ എന്ന് വെച്ചാൽ 6 - 5 എന്ന് പറഞ്ഞു എത്ര വരും ആൻസർ? 1/6 - 5 1/30. ഓപ്ഷനിലുണ്ടോ നോക്കി? ഉണ്ടല്ലോ, ഓപ്ഷനിലുണ്ട്. 1/30 ആയിരിക്കും ആൻസർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഈ വീഡിയോയിലുള്ള ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. 1200 480 192 പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. കാരണം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള എല്ലാം അല്ലേ ഈ ഒരു മോഡൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എല്ലാത്തിനും ആണ് ഇതിന്റെ മെത്തേഡ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലായിട്ടുള്ളതാണ്. കുറച്ചൊരു കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. 2.5 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. എന്ത് കിട്ടും? 1200 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 480 കിട്ടും. 480 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 192 അല്ലേ കിട്ടും. 192നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണ്? ഇതാണ് 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 192 ഡിവൈഡ് ബൈ 2.5 എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2.5 എന്ന് പറഞ്ഞാൽ 5/2 അല്ലേ. 5/2 2.5 5/2 തിരിച്ചിടുമ്പോൾ എന്താ വരും? ഇവിടെ 192/5 × 2 വരും. അപ്പൊ ആൻസർ എന്താണ്? ഇരട്ടി എടുക്കുക. എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. 192 ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വരും. 9 2 18 ശിഷ്ടം 1 എന്ത് വരും? ഇവിടെ 2 2 384/5 എടുക്കണം. 5 കൊണ്ട് ഹരിക്കാനുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. 384 ഹരിക്കണം 5. നമ്മുടെ മെത്തേഡ് 7 5 35 3 34 6 5 30 അല്ലേ. 6 5 30 സോറി നമ്മളിവിടെ 4 കിട്ടിയല്ലേ. 4 കിട്ടി 40 ആണ്. 0.8 76.8 ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു കൺഫ്യൂഷനുകളാണ്, എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? 4/5 എന്നതിനേക്കാൾ വലിയ ഭിന്നസംഖ്യ ഉണ്ട്. കുറെ ഓപ്ഷൻസ് ഉണ്ട്, പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ എങ്ങനെ 2 ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാം. ഇനി ഫ്യൂച്ചർ ഇത് ക്വസ്റ്റിൽ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റിലും ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. 4/5 അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. 4/5നേക്കാൾ വലുത് ഞാൻ 5/8 ഉണ്ട് തൊട്ടടുത്ത ഓപ്ഷൻ നോക്കി. 5/8ന്റെ കയ്യിലുണ്ട്. അപ്പൊ 4/5 ഞാൻ എന്ത് ചെയ്തു? 5/8 കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് ഗുണിക്കും. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 8 4 32 5 × 5 25. തൊട്ടടുത്ത ഭിന്നസംഖ്യകൾ എഴുതി വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തൊട്ടടുത്ത് എഴുതി വെക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്പർ നോക്കി 32 ഉണ്ട് 25 ഉണ്ട്. ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ വലിയ നമ്പർ കിട്ടിയത് നോക്കി. ഈ ഭിന്നസംഖ്യയുടെ മുകളിലല്ലേ വലിയ നമ്പർ. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യും 4/5 5/8 വലിയ ഭിന്നസംഖ്യ എന്താണ്? 4/5 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യും. ഈ ക്വസ്റ്റിന് വേറെ രീതിയിൽ ആൻസർ ചെയ്യാം. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ഇതൊരു പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അടുത്ത എക്സാംസിനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ഞാൻ 2 നമ്പർ എഴുതാം നോക്കി. 7/9 ഉണ്ട്, 10/11 ഉണ്ട്. ഞാൻ വേറെ നമ്പർ എഴുതണം. 2 ഭിന്നസംഖ്യയിൽ വലുത് ഏതാ നിങ്ങൾ തന്നെ പറയാം. വലുത് ചെയ്യാനൊന്നുമില്ലല്ലോ, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ 77 അല്ലേ 90 വരും. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 77 90 വലുത് ഏതാണ്? വലുത് 90 നമ്പർ. 90 താഴെ കിടക്കുന്നത് ഏതാണ്? 10/11. ചെറുത് ഏതെന്ന് ചോദിച്ചാൽ 77 ചെറിയ നമ്പർ. 77 താഴെ കിടക്കുന്നത് 7/9. ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും നമ്മൾ നോക്കി ഈ 4/5 5/8 കമ്പയർ ചെയ്തപ്പോൾ എന്താ വലുത്? 4/5 തന്നെയാണ്. നോക്കിയേ വലിയ സംഖ്യയല്ലേ 4/5 കിടക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. 4/5 എടുത്തു, 5/7 എടുത്തു, ക്രോസ് ആയിട്ട് ഗുണിച്ചു ഞാൻ ആദ്യം തന്നെ.
28 അല്ലെ 35, സോറി 25 വരുന്നത്. 28 വരും അല്ലെ, 7 4 28, 5 5 25 വന്നു. ഏതാണ് വലിയ നമ്പർ? 28 വലിയ നമ്പർ. 28 താഴെ എന്തുണ്ട്? അപ്പോഴും കിട്ടി 4/5 ആണ് വലുത്. അപ്പൊ നിങ്ങൾ മനസ്സിലായി ഈ രണ്ട് ഭിന്നസംഖ്യയും അല്ല ഉത്തരം എന്നുള്ളത് മനസ്സിലായി. ഇനി നോക്കി ഇവിടെ 4/5 എടുത്തു അല്ലെ, 4/5 എടുത്തു, 4/3 എടുത്തു, ക്രോസ് ആയിട്ട് ഗുണിച്ചു അല്ലെ. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഈ സംഖ്യയുടെ മുകളിലാണ് വലുത് വേണ്ടിയില്ല, കാരണം ഇതിനെക്കാട്ടും വലുതല്ലേ ഇപ്പുറം വേണ്ടത്. നോക്കി 4 3 12, 5 4 20. ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ ആ ഭിന്നസംഖ്യയാണ് വലുത്. നോക്കി 4/5 മുകളിൽ 12ഉം 4/3 മുകളിൽ 20 ആണെങ്കിൽ 4/5 വലിയ നമ്പർ 20 എവിടെ കിടക്കുന്നുണ്ട്? 4/3 മുകളിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഐ ബട്ടണിൽ കണ്ടു നോക്കുക. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 4/3 എന്നായിരിക്കും. അപ്പൊ ചില ആളുകൾ പറയും, എന്റെ സാറേ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല, 4/3 അല്ലെ, 4/5 നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, ഇത് 4/3 ആണ് വലുത് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒന്നും മനസ്സിലാവില്ലായിരുന്നു. സപ്പോസ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ മെത്തേഡ് മനസ്സിലാക്കേണ്ട യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി ഇവിടെ 8/5 ഉണ്ട്, 7/4 ഉണ്ട്. ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ ആൻസർ കിട്ടിയേക്കാം. പക്ഷെ ഈ ക്വസ്റ്റിൽ അങ്ങനെ പറ്റുമോ? 8/5 വലിയ ഭിന്നസംഖ്യ ഏത് അല്ലെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഓപ്ഷനിൽ 7/4 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി. നോക്കിയേ 8ഉം 5ഉം നോക്കി, ചില ആളുകൾ വ്യത്യാസം നോക്കും, 8ഉം 5ഉം വ്യത്യാസം 3, 7ഉം 4ഉം വ്യത്യാസമൊക്കെ തന്നെ 3 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡാണ്. 8 4 32, 7 5 35. ഏതിന്റെ മുകളിലാണ് വലുത്? 8/5. 7/4 മുകളിലാണ് വലുത്. വലിയ സംഖ്യ 35. 7/4 ആണ് 7/4. അപ്പൊ ഇത്രയും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ഈ ക്വസ്റ്റിനിൽ മാത്രമേ എല്ലാ ക്വസ്റ്റിനിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയേക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് പോകുന്നത്. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ അല്ലെ, പലിശ നിരക്ക് എത്ര? കാണുമ്പോൾ തന്നെ രസമാണ്. നോക്കി 1 രൂപ 1 മാസം 1 പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു രസമാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചില ആളുകൾ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ ആദ്യം എന്ത് പറയുന്നത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ അവിടെ തൽക്കാലം നിൽക്കട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. എനിക്ക് ഒരു വർഷം അല്ലെ, ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷത്തേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് എത്ര കിട്ടി? 20 രൂപ പലിശയായിട്ട് കിട്ടി അല്ലെ. 100 രൂപയ്ക്ക് നമുക്ക് എത്ര കിട്ടി? 20 രൂപ ഒരു വർഷം പലിശയായിട്ട് കിട്ടിയെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എത്ര അല്ലെങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 100ന് 20 കിട്ടിയാൽ അത് തന്നെയാണ് പലിശ 20%. നമുക്കറിയാലോ 100% എടുത്താൽ 20 അല്ലെ, 20% അല്ലെങ്കിൽ 100ന് എത്ര കിട്ടി അല്ലെ? നിങ്ങളല്ലേ ഫോണിൽ നോക്കില്ലേ, ഫോണിൽ ചാർജ് ഒക്കെ നോക്കും 100ൽ എത്ര പോയി എന്നുള്ളതൊക്കെ. അപ്പൊ 100ന് ഒരു വർഷം എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കിയാൽ പോരെ. അപ്പൊ ആ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിയാൽ 100ന് ഒരു വർഷം 20 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 20%. ഇത് പല ആളുകളും I=PNR/100 ഇക്വേഷൻ വെച്ച് ചെയ്യും. അങ്ങനെയും ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നോക്കിയേ 1 രൂപയല്ലേ, 1 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെടുക്കുന്നുണ്ട് ഇവിടെ? എല്ലാം പൈസയല്ലേ ഇവിടെ പറഞ്ഞു. ഞാൻ ഇവിടെ 100 പൈസ എന്ന് എടുത്തിട്ടു. 100 പൈസ എന്താ പറയുന്നത് ഇവിടെ? ഒരു മാസം എന്ത് കിട്ടി? പലിശ 1 പൈസ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. 1 രൂപ കിട്ടിയിട്ടുണ്ട്. 1 രൂപയാണ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇവിടെ. 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. 100 പൈസ ഒരു മാസം 1 പൈസയാണ് പലിശ കിട്ടിയത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഒരു മാസത്തിനാണോ പലിശ നിരക്ക് വരിക? അല്ല, ഒരു വർഷത്തിനാണ് പലിശ നിരക്ക് വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 100 പൈസ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ എന്ത് ചെയ്തു? ഒരു മാസം എന്നുള്ളത് ഒരു വർഷമാക്കി, അല്ലെങ്കിൽ എപ്പോഴാവും? 12 മാസം ആവുമ്പോഴാണ്. അപ്പൊ ഒരു മാസത്തേക്ക് 1 പൈസയാണെങ്കിൽ 12 മാസത്തേക്ക് എത്രയായിരിക്കും? 12 പൈസയാണ് വരിക. നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. 100 പൈസ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 1 രൂപയ്ക്ക് എന്താണ്? ഒരു മാസം 1 പൈസ എന്ന് പറയുന്നത്. അപ്പൊ 1 രൂപയ്ക്ക് 12 മാസം 12 പൈസയായിരിക്കും വരിക. അപ്പൊ ഈ 12 മാസം എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? 1 ഇയർ എടുത്തൂടെ? 1 ഇയർ, ഒരു വർഷം. ശരിക്കും നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഞാൻ 100 പൈസ എന്ന് എഴുതിയിട്ടുണ്ട്, കിട്ടിയത് 12 പൈസ. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. 100 രൂപയ്ക്ക് എനിക്ക് കിട്ടി 20 രൂപയ്ക്ക് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് പലിശ നിരക്ക് പറഞ്ഞത്? 20%. അപ്പൊ 100ന് 20 കിട്ടിയാൽ 20% ആണെങ്കിൽ 100ന് 12 കിട്ടിയാൽ എത്രയായിരിക്കും ആൻസർ വരിക? 12% പലിശ നിരക്ക്. അപ്പൊ 100ന് എത്ര കിട്ടുന്നു? ഇതാണ് പലിശ നിരക്കിന്റെ ബേസിക് കൺസെപ്റ്റ്. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ വളരെ നോക്കി, ഒരു സമഭുജ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിന്റെ ബാഹ്യ കോണുകൾ തുക എത്ര? അപ്പൊ പല ആളുകളും എന്നോട് കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ഞാനൊരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ എന്നോട് വാട്സാപ്പിൽ, എന്റെ വാട്സാപ്പിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് നമ്പറാണ്, അപ്പൊ ആ ഒരു നമ്പറിൽ അയച്ചിട്ടുള്ളത് ഒരാൾ ചോദിച്ചാണ്, പഴയ LDCയുടെ ക്വസ്റ്റൻ ആണ്, ഞാൻ എങ്ങനെയാണ് ചെയ്തത് അല്ലെ, ഷഡ്ഭുജം അല്ലെ 1 2 3 4 5 6 വശങ്ങളുണ്ട്, അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ ഒക്കെ വരച്ചിട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്റ്റേണൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ ത്രികോണമായാലും അല്ലെ എന്തായിരിക്കും അതിന്റെ പുറത്തുള്ള ആംഗിൾ, എക്സ്റ്റേണൽ ആംഗിൾ എന്നാൽ പുറത്താണ്, അതാണ് ബാഹ്യകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാഹ്യകോൺ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും എന്താണ് 360. അതായത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഒരു ബഹുഭുജം അല്ലെ, ബഹുഭുജം അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷിലാണെങ്കിൽ അതിന്റെ പോളിഗൺ എന്ന് പറയും, പോളിഗൺ അല്ലെ. എക്സ്റ്റേണൽ ആംഗിൾ ബാഹ്യ കോണുകളുടെ തുക എന്തിന്റെ എടുത്താലും, ഈ ത്രികോണം എടുത്താലും നിങ്ങൾ ബാഹ്യ കോൺ എടുക്കുമല്ലോ, ത്രികോണത്തിന്റെ ഒക്കെ എടുത്താലും ബാഹ്യ കോൺ എടുക്കുന്ന സമയത്ത് പുറത്ത് നമ്മളൊരു വീഡിയോ ഉണ്ട്, ജോമെട്രിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ബാഹ്യ കോണ് ബൈഹാർട്ട് ചെയ്ത് വെക്കുക 360. ആ കൺസെപ്റ്റ് മനസ്സിലാവുന്ന ആളുകൾക്കാണ് ഒരു മാർക്ക് ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10⁴999 എത്ര അക്കങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ള. ഇതും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോ ഒരു സംഭവം അറിയില്ല, ഇപ്പൊ 10⁴499 ഗുണിക്കാൻ നമുക്ക് മാർഗമില്ല. നമുക്ക് ആകെ എന്താ അറിയേണ്ടത്, 10ന്റെ ക്യൂബ് ചോദിച്ചാൽ നമുക്കറിയാലോ. 10ന്റെ ക്യൂബ് ഞാൻ എഴുതുകയാണ്, 10 × 10 × 10 എന്ന് എഴുതി ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. 1 അല്ലെ, എത്ര പൂജ്യം ഉണ്ട്, 1 2 3 പൂജ്യം ഉണ്ട്. എത്ര അക്കങ്ങളുണ്ട് നോക്കിയേ, 1 2 ഒറ്റ 10 100 1000. നോക്കിയോ, ഇവിടെ 4 അക്കങ്ങളുണ്ട് കേട്ടോ, 1 2 3 4 അക്കങ്ങളുണ്ട്. എനിക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. 10⁵ ഞാൻ എഴുതണം. 10⁵ എത്ര വരും, 10 × 10 എത്ര പ്രാവശ്യം ഞാൻ എഴുതണം, 5 പ്രാവശ്യം ഗുണിച്ചു. ഞാൻ 10നെ 10 തമ്മിൽ 10ന് 1 2 3 4 5 പ്രാവശ്യം ഗുണിച്ചു. അപ്പൊ എത്ര ഉത്തരം വരിക, 1 2 3 4 5. 5 പൂജ്യങ്ങൾ അവസാനം വരും. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, 4 1 5 പൂജ്യം. നോക്കി, 1 2 3 4 5 പൂജ്യം 1 വന്നു. എത്ര അക്കങ്ങളുണ്ട് ഇവിടെ, 1 2 3 4 5 6 അക്കങ്ങളുണ്ട്. ഇത് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 10⁻3 4 അക്കം, 10⁻5 6 അക്കം ആണെങ്കിൽ 10⁴999 നമുക്ക് എത്ര അക്കം വരും അല്ലെ, 3ൽ 4 അക്കം 5ൽ 6 അക്കം ആണെങ്കിൽ 10⁴999 എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കും, 500 അക്കങ്ങൾ. 500 ആയിരിക്കും ആൻസർ. ഇത്ര എളുപ്പമാണ്. നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ 10⁻100 എത്ര അക്കങ്ങളുണ്ട്, 101. 10⁻20 എത്ര അക്കങ്ങളുണ്ട്, 21. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഈ വീഡിയോ ഒന്നുകൂടി കണ്ടുനോക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക.